ദേവോ എടി എടി ഐഷു ആക്സിഡന്റ് പറ്റുന്നു. നീ നീ വേഗം വന്നാണ്. അമ്മ അച്ഛ നിങ്ങളെ കിംസിലോട്ട് ഉമ്മായ പാപ്പായെ വിളിച്ചോണ്ട് അവർക്ക് പറയണ്ട കേട്ടാ, കൊണ്ടുവന്നാൽ മതി. കാര്യം നമുക്ക് പിന്നെ അവിടെ എന്തിനാണെന്ന് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. നമ്മളെ ഭാഗ്യം അങ്ങോട്ട് പോവാ കേട്ടാ. ശരി പിന്നെ വാ 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 വാ. ലക്ഷ്മി നീ ഒരു കാര്യം ചെയ്ത് വേഗം ഒരു സാരി എടുത്തിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഒരു നിൽക്കാൻ പറയാം, ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയാം. എന്റെ കൃഷ്ണ എന്നെ കുട്ടിക്ക് ഒരാൾക്ക് വരത്തല്ലേ, ഒരുത്ത കാണിച്ചു വെക്കണേന്നേക്കാ അവന് വരട്ടോ അവന്റെ എന്റെ കൊച്ചിനൊന്നും വരുത്താതിരുന്നാ എന്റെ കൃഷ്ണാവി. ഇതെന്താ നമ്മള് ഹോസ്പിറ്റലിൽ എന്ത് പറ്റി, ആരെ കാണാൻ വന്ന? എടാ അത് വേറൊന്നുമില്ല, ഐശ്വര്യ ചെറിയൊരു ആക്സിഡന്റ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആദ്യം കണ്ടതിപ്പോ എന്നെ വിളിച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞ് പേടിയാണ്. ഈ പേടിക്കാരി അവന് നമ്മുടെ മോക്ക് ഒന്നും പറ്റൂല. പഠിച്ചവരുണ്ട് നമ്മുടെ മോളവിടെ. നീ വാ. ഡോക്ടർ വരെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. കാക്ക എങ്ങനെയുണ്ട് നോക്ക്? അപ്പ അമ്മ ഇതെന്റെ കാക്കയാണ്, ഇവിടുത്തെ ഡോക്ടറാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി വന്നപ്പോ ആളങ്ങ് ഷോക്കായി. അപ്പം വീണേന്റെ അതില് തല ഒന്ന് ഇടിച്ച്, അപ്പം ഒരു ചെറുതായിട്ടൊന്ന് മുഴച്ചിട്ടുണ്ട്. അപ്പം ആ ഷോക്കിലായിരിക്കും ബോധം പോയത്. അപ്പം എന്തായാലും ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആള് നല്ല വീക്കാണ്. എന്തോ ഫിസിക്കലി മാത്രമല്ല മെന്റലി ആൾക്ക് വീക്കാണെന്ന് തോന്നുന്നു. ഫുഡൊന്നും നേരെ കഴിപ്പില്ലായിരുന്ന ആള് നല്ല വീക്കാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പം വെള്ളിയാഴ്ചയില്ലേ, നമുക്ക് നാളെ ഒരു ദിവസം കൂടെ നോക്കിയിട്ട് മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്താൽ പോരെ. ഇവിടെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു. ഒക്കെ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി നന്ദിയുണ്ട് മോനെ, എന്നെ പഠിച്ചും കാക്കട്ടെ. ഞങ്ങളുടെ മോള് അവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ നമ്മളെ ജീവിച്ചു എന്നിട്ട് കാര്യമില്ല. അവ ഈ കാണിച്ചെത്തി മന്ദത്തരോരുന്ന് ഓളെ എന്നെ വിളിച്ചോണ്ട് വരുമായിരുന്നു ഫോണില്. നമ്മൾ സംസാരിച്ചോണ്ട് വന്നപ്പോഴാ കോളേജിന് തൊട്ട് എത്താറായപ്പോൾ തന്നെ സംഭവം നടന്നു. നമ്മളവിടെ കാത്ത് ഇരിക്കുകയായിരുന്നു. അവള് ബസ്സിലാണ് വരണേന്ന് പറഞ്ഞുകൊണ്ട് അവൾ ക്രോസ് ചെയ്തതാ. എന്തായാലും അവളവിടെ പഠിച്ചുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. പിന്നെ വാപ്പ അമ്മ നിങ്ങൾ ഈ മാരേജിന് വേണ്ടി അവളെ ഫോഴ്സ് ഒന്നും ചെയ്യണ്ട. നമ്മക്കറിയാം അവളെ മനസ്സിലെന്താണെന്ന്. പിന്നെ വാപ്പ ഞാൻ പിന്നെ ഇക്ക ഇവിടെ ആയിക്കൊണ്ടാണ്, ഇക്കാക്ക ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊന്നും സാരമില്ല മോനെ. ആ നേരത്തെ എന്റെ കൊച്ചിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുവരാൻ തോന്നിയില്ല മോനക്ക്, അത് തന്നെ സന്തോഷം. കിച്ചന്റെ കയ്യിലാണ് ഞാൻ ഫോൺ ഇരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഞമ്മളിത്തിരി ദേഷ്യപ്പെട്ടു. സോറി ഏട്ടാ, ഞമ്മൾ അറിഞ്ഞില്ല ഏട്ടന്റെ കയ്യിലാണെന്ന്. ഓള് പറയാറുണ്ട് ഏട്ടനെ കുറിച്ച് അത്രല്ല, നിങ്ങളെല്ലാരെ കുറിച്ചും ഓള് പറയാറുണ്ട്. ഓക്ക് അതേ ഉള്ളൂ സമയം. അതിലൊന്നും സാരമില്ല. ദേഷ്യനായിട്ട് അവനെ കൊണ്ട് തോന്നിപ്പിച്ചത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാതെ അവിടെ വെച്ചിട്ട് പോകാനായിട്ട്. അല്ലേന്നെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ ഒറ്റയ്ക്ക് കൂടെ. ഈ വാ നമുക്ക് പുറത്തോട്ടേക്കാം. നീ അത് വിടും. നമുക്ക് മുത്തശ്ശിനെ കൊണ്ട് നാളെ അല്ലേ ആശുപത്രിയിൽ പോകട്ടോ. നാളെ രാവിലെ പോകണമല്ലേ, അപ്പൊ തിരിച്ചു വരാൻ പറ്റും. എടാ കിച്ച, ഞാൻ ഒരു കാര്യം പറയട്ടാ, അനക്കോളെ ഇഷ്ടമാണ്, അത് ഞമ്മക്കറിയാം. നീ എത്ര ഉള്ളിൽ ഒളിപ്പിച്ചാലും അനക്കോ അവളോടുള്ള ഇഷ്ടം അത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കും. ഇതിനിങ്ങനെ പാടാപ്പാട് വിടണ ആർക്ക് വേണ്ടിയിട്ട്? ആ ഉമ്മായ വാപ്പയെ ഓർത്തിട്ട്. നീ പറഞ്ഞ ശരി, എനിക്കോളെ ഇഷ്ടമാണ്. പക്ഷെ വയ്യടാ, ആ ഉമ്മാരെയും വാപ്പാരെയും മൂത്ത് നോക്കി പറയാൻ എന്നെ കൊണ്ടാവൂല. ഒരു സ്വന്തം മോനെ പോലെ കണ്ടിട്ട് ഞാൻ ഓളെടുത്ത് പറഞ്ഞെനക്ക് ഓള് അവര് തന്ന ഫ്രീഡത്തിന് ഞാൻ മിസ്യൂസ് ചെയ്ത് എനക്കാവൂലേ. വേണ്ട. എന്തോ മനസ്സിനൊരു വല്ലാത്ത ഭാരം, എന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല എനിക്ക്. വീട്ടിൽ പോവാൻ തോന്നുന്നു. എനിക്കറിയാം അത് ഓളെ കാണാത്തതുകൊണ്ടാണ്. ഓളെ നെഞ്ച് പിടയ്ക്കുന്ന എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നീ അത് വിടും. നമുക്ക് മുത്തശ്ശിനെ കൊണ്ട് നാളെ അല്ലേ ആശുപത്രിയിൽ പോകട്ടോ. നാളെ രാവിലെ പോകണമല്ലേ. നമുക്ക് ഞായറാഴ്ച രാവിലെ ഇറങ്ങാം. എന്തോ ഇവിടെ നിന്നിട്ടൊരു മനസ്സുറയ്ക്കുന്നില്ല. എപ്പോഴാണ് ലക്ഷ്മി ശ്വാസം ഒന്ന് നേരെ വീണ് നമ്മുടെ കൊച്ചിനെല്ലാം പറ്റിയെങ്കിൽ നമ്മളൊന്ന് എന്ത് ചെയ്തിന്? ഇനി ഓളൊന്ന് കണ്ട സമാധാനം. റമീസ് പറഞ്ഞനക്ക് ഓളെ അത്ര വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അമ്മന്. ഓള് നമ്മളെ ഓളല്ലേ, എന്ത് ക്രൂരത ചെയ്യാൻ പറ്റും ഓളെ കൊണ്ട്? ഐഷു ഇത് കൂടി അനക്ക് ഒത്തിരി
കുഴപ്പം കൂടുതലാണ് കേട്ടാ. എന്റെ ശ്രദ്ധയില്ലായ്മ. ഇപ്പൊ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നു, സമാധാനമില്ല എനക്ക്. ആദൂട്ടി, എന്തിനീ ഇങ്ങനെ നമ്മളെ വഴക്ക് പറയണ? നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തല്ല, നമ്മൾ അങ്ങനെയൊന്നും അറിഞ്ഞോണ്ട് ചെയ്യൂല, നമ്മൾ അത്രക്കാരി നഹിയേ. ഓ, നമ്മള് റമീസിനെ നോക്കി നടന്നതല്ലേ, ദാ കിടക്കുന്നു, വണ്ടി വന്നിങ്ങനെ നിർത്തുമെന്ന് നമ്മൾ അറിഞ്ഞ. എന്നാലേ എന്റെ മോൾ ഇനി ഒറ്റയ്ക്ക് പോകണ്ട. ഇനി ബസ്സിലാണ് കാലെടുത്ത് വെച്ചെന്ന് ഞാൻ അറിഞ്ഞ. എന്റെ 2 മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഓ, അന്റെ ഒരു ബസ്സിൽ പോക്ക്. മര്യാദയ്ക്ക് നമ്മൾ കൊണ്ട് വിടൂലായിരുന്ന? നമ്മുടെ അടുത്ത് ചോദിക്കാൻ വലിയ കാര്യം ചാടി ഇറങ്ങി ഓടിയല്ലേ. ഞാൻ വരുന്നതിനും ചോദിക്കുന്നതിനും അവൾ ഓടുകയും ചെയ്ത്. ഓളെ ഒരു ഓട്ടം. കണ്ണേട്ടാ, ഇങ്ങനെ നമ്മളെ വഴക്ക് പറയല്ലേ, നമുക്ക് വിഷമാവും. അയ്യോ, കുഞ്ഞിനൊരു കുപ്പി പാലെടുക്കട്ടാ. ദേ പെങ്കൊച്ചെ, നീ നമ്മളെ ഉയിര് തിന്നതിന് ഒരു കണക്കും കയ്യുമില്ല. ഓളെ ഒരു ക്രോസ് ചെയ്യേക്കാം. 10-30 വയസ്സായി, പെണ്ണിന് ക്രോസ് ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. എന്തിന് എല്ലാത്തിനും കിച്ചനെ പറഞ്ഞാ മതിയല്ല, അവൻ കൊഞ്ചിച്ച് വശറാക്കിയിട്ടേക്കുന്നു. ഈ പോയി അമ്മയടുത്ത് പറഞ്ഞ, അമ്മയടുത്ത് നീ ഉണ്ണിയപ്പവും നെയ്യപ്പവും പൂരി, പിന്നെന്തേരാണ് മറ്റേ നമ്മളാ അച്ചപ്പൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാൻ പറ. ഓ പിന്നെ 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 ഇവിടെ 7 മാസം അറിയിപ്പിന് ഇടയ്ക്കല്ലേ, അനക്ക് ഒത്തിരി കുഴപ്പമാണല്ലേ. അവരെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കണേ. ഓളെ തിന്നട്ടെ എന്റെ ഉമ്മ. നിങ്ങള് പോണില്ലേ? നിങ്ങൾ പോയി വാപ്പാനെ വിളിച്ചോണ്ട് പോയി. നമ്മളിവിടെ ഇരിക്കുക രാത്രി. ഇന്നിപ്പോ നമ്മളെല്ലാം ഇരിക്കണ, നമ്മളിരുന്നോളാം. നിങ്ങൾ പോയി. എന്നാ പിന്നെ ശരിയാക്കളെ. ഐശുട്ടാ, പാപ്പച്ചി പോയിട്ട് വരാട്ടാ. എന്റെ പൊന്നിനെ ഒറ്റയ്ക്ക് എവിടെയും പോണ്ടേട്ടാ. പാപ്പ കൊണ്ടുപോകൂടെ എന്റെ പൊന്നിന്? ഇല്ലെങ്കിൽ ആ ഒരു കാക്ക ഇപ്പൊ ഓൻ കൊണ്ടുപോകും എന്നെ. എന്റെ മോ, ഇനി ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞാല് ഞമ്മള് പോകൂലേ എന്റെ ഞമ്മടെ വാപ്പച്ചി. ഞമ്മക്ക് ഒറ്റയ്ക്ക് പോവാൻ വയ്യേ, ഞമ്മക്ക് ഇവിടെ ഒന്നിങ്ങനെ കിടക്കാൻ വയ്യേ. ടാറ്റാ. അയച്ചുമ്മ, എന്താണ് എന്റെ തീരുമാനം? എന്തെങ്കിലും തീരുമാനം എടുത്താ? തീരുമാനം ഒന്നുമില്ല. ഞമ്മക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം, അത്ര തന്നെ. ഞമ്മക്ക് വേറെ ഒന്നുമില്ല. വിഷയം മാറ്റാതെ യേശു, ഞാൻ കിച്ചന്റെ അരിയ ചോദിച്ച്. അതെ, നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഇടണോ വേണ്ടിയെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ നമ്മളിട്ട മൈലാഞ്ചി ചുമക്കണോ വേണ്ടിയെന്ന് അത് മൈലാഞ്ചി മാത്രം ഇതാ. അതുപോലെ പടച്ചോൻ തീരുമാനിക്കും നമ്മുടെ കയ്യിലെ മൈലാഞ്ചിക്ക് ആരെ പേര് വേണം. നമ്മുടെ കയ്യിലെ മൈലാഞ്ചിയുടെ മൂഞ്ച് ആർക്ക് സ്വന്തമാണ്. പക്ഷേ ഇപ്പൊ എനിക്കറിയാതെ, എന്തായാലും നിങ്ങളെ അനിയൻ കിച്ചനല്ല, ആ സിന്ദൂരം എനിക്ക് അവകാശപ്പെട്ടല്ല. ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റായി ചാരത്തെത്തുന്നരേ നീളും വഴി നീളേ നീറും വേനൽ ചൂടിൽ മാറിത്തണുപ്പേകി കാവൽ നിൽക്കും സ്നേഹം. അയ്യോ, ഒന്നുമില്ലടാ, സ്വപ്നം കണ്ട്. നാളെ രാവിലെ പോണം കേട്ടാ. എനിക്ക് വീട്ടിൽ പോണം. ഇറങ്ങിയ പോവാ. പോവാച്ചാ. അല്ല, നിങ്ങളിതെല്ലാരും കൂടെ അങ്ങോട്ട് പോണം? നമ്മളൊരു സ്ഥലം വരെ പോണം. ശരി എന്നാ അച്ഛാ, പോവാം. അമ്മ ഇറങ്ങാം. ശരി, കഥ അടച്ചോ, നമ്മൾ പോവാം. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ല. വാപ്പാനങ്ങോട്ട് പോയാലാ? ഐശു വീട്ടിൽ കാണും. പോയി ഉമ്മായും കണ്ട് വാപ്പായും കണ്ട് അവിടെ നിന്ന് കണ്ടിട്ട് വരായിരുന്നു. പോയാലാ? വേണോ? നീ ഇവിടെ എത്തിയാ? ഞാൻ എന്താ ഇവിടെ വന്നു കയറിയപ്പോ അമ്മയും അച്ഛനും ആദ്യം കണ്ണനൊക്കെ ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പൊ ഞാൻ വാപ്പാരങ്ങോട്ട് പോയാലോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നു. എന്ത് പറ്റി? നീ വീട് എത്തിയതേ ഉള്ളൂ ഇപ്പൊ? കിച്ചൻ ഞാൻ അമ്മ വിളിച്ചു പറഞ്ഞോണ്ട് സൂപ്പർ മാർക്കറ്റിലാക്കി കയറിയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോവുകയായിരുന്നു.
അപ്പോഴാണ് കിംസ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്റെ അമ്മയും അച്ഛനും ചേച്ചിയും ചേട്ടനും കൂടെയൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം വണ്ടി നിർത്തിയിട്ട് അവിടുത്തെ കാര്യം തിരക്കാൻ പോയപ്പം റമീസ് ഹോസ്പിറ്റലിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നുണ്ട്. അപ്പം അവന്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചപ്പോഴാണ്, എന്തേരടാ എന്ത് പറ്റി, അവരെന്താ അവിടെ, നീ കാര്യം പറ, മനുഷ്യന്റെ പ്രാന്ത് പിടിപ്പിക്കാതാ. എടാ അത് പിന്നെ വെള്ളിയാഴ്ച ഐഷുവിന് ചെറിയൊരു ആക്സിഡന്റ്. ഹലോ ഹലോ എടാ ഹലോ എടാ നീ കേൾക്കുന്നില്ലേ എടാ ഹലോ. ഓഫ് എന്തേലൊക്കെ കാണുന്നു, എനിക്കറിയാം എന്തൊരിക്കലും നടക്കണെന്ന്. കാണാൻ തോന്നുന്നുണ്ടേ എൻ നെഞ്ചം തീയായി പൊള്ളുന്നുണ്ടേ എന്നുയിരേ നിന്നെ തേടുന്നുണ്ടേ എൻ സഖി ജീവനായി വരൂ. ആ അപ്പം എല്ലാം കഴിഞ്ഞില്ലേ? എന്നാ മക്കളെ ശരി, എന്നാ നമ്മള് പോവേണ്. നിങ്ങള് നമ്മളെ വീട്ടിലോട്ട് വരണം കേട്ടോ ഒരു ദിവസം. ഈ ഉമ്മയുടെ വക നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തൊരു കിട്ടപ്പെട്ടോ അതെല്ലാം നമ്മൾ ഉണ്ടാക്കി തരും. ആ നിങ്ങൾ എന്നാലേ നല്ല കൊയ്യിന്റെ കറി കിട്ടും. നമ്മള് കോഴി ഇഷ്ടമില്ലാതെ ഒരു പരിപാടിയില്ല. കോഴിയും വെച്ച് ഇക്ക ഓടത്ത് മുണ്ടാണ്ടിരിക്കാൻ പറ. നമ്മളെ കോഴി തൊട്ട് കളിക്കലെന്ന് ഓടത്ത് പറഞ്ഞോണ്ട് കേട്ടില്ല. കോഴി അല്ലടി, കോഴി ഉമ്മ അല്ല, കോഴി വാപ്പ. എന്റെ വാപ്പായാണ് കോഴി. ഐഷു ഓക്കെ അല്ലേ? അനക്ക് എന്തേലും പറ്റിയ? നമ്മളെപ്പോഴാണ് വന്ന? ഈ അമ്മ അച്ഛൻ നിങ്ങൾക്ക് നമ്മളടുത്തൊന്ന് പറഞ്ഞുകൂടിയിരുന്ന? നമ്മളിങ്ങടുത്ത് ചോദിച്ചല്ലേ നിങ്ങൾ എവിടെ പോണെന്ന്? എന്റെ പൊന്നു കൃഷ്ണ, ഞമ്മക്ക് ഒരു കുഴപ്പമില്ല. ഞമ്മളിങ്ങനെ നിൽക്കുന്നില്ലേ ജോലിയോടാ, എന്റെ കൺമുന്നിൽ കാണുന്നില്ലേ ഞമ്മളെ. പിന്നെന്ത് കുഴപ്പം? ഞമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും പേര് ഞമ്മളെ ചിറ്റാതെ നിൽക്കുമ്പോ ഞമ്മക്ക് എന്തേലും വരാനാണ്? ഞമ്മക്കൊന്നും വരില്ല. ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ ഞമ്മടെ ചിറ്റാതായി നിൽക്കുന്നവര്. പഠിച്ച അങ്ങനെ അവരെ വിളി കേൾക്കാതിരിക്കില്ല എന്റെ കൃഷ്ണ. അപ്പൊ പിന്നെ റമേശേ ടാറ്റാ, കാക്കച്ചി ബൈ ബൈ. എന്നാ അപ്പ ഞമ്മൾ ഇവിടെ കൊണ്ട് മുംബൈ പോവാം. നിങ്ങൾ വയ്ക്കുന്നതായിരുന്നു. ശരി ഐഷു ഉമ്മ, ഞാൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ല. പേടിയായിരുന്നു എനിക്ക്. ഉമ്മായി വാപ്പ എന്നെ കുറിച്ച് എന്തൊരു പറയും. ഉമ്മാന്ന് വാപ്പ എന്ന് വിളിക്കാനുള്ള ഫ്രീഡം വരെ എനിക്ക് തന്നിട്ട് നിങ്ങളെ മോളെ ഞാൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിരുന്ന് പറയുന്നുള്ള പേടി. ഞാൻ ഐഷുവിൻ്റെ അടുത്ത് ചോദിച്ച എനിക്ക് തന്ന ഫ്രീഡം മിസ്യൂസ് ചെയ്താന്ന് ചോദിച്ചാലുള്ള പേടിയല്ല. എനിക്കോളെ ഇഷ്ടം, എനിക്കോളെ എൻ്റെ ഉയരം തുല്യ ഇഷ്ടം. നമ്മളെ ജീവൻ കൂടെ കോക്കും. ഓളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. എന്നോടുള്ളതിനെയും കാട്ടി 10 മടങ്ങ് ഇഷ്ടം എനിക്ക് ഓളോട്. ഒരു നിമിഷം, ഒരു സെക്കൻഡ് പോലും എനിക്ക് ഓളെ കാണാതിരിക്കാൻ പറ്റൂല. അന്നെ വളർത്തിയ ഞമ്മ ഓളെ വളർത്തിയത ആ നിൽക്കുന്ന നിന്റെ അമ്മയച്ഛൻ. ഓളെ 2 വയസ്സ് മൂത്തതാണ്. എന്നിട്ട് നിങ്ങളെ ഒന്നിച്ച് സ്കൂളിൽ ചേർത്തിട്ട് എന്റെ കയ്യില് ഓളെ കൈ വെച്ച് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓളെ നോക്കിക്കൊണ്ടിടാ. നീ ആ കൈ വിടൂലെന്ന് ഉറപ്പില്ല നമ്മളങ്ങനെ പറഞ്ഞത്. പക്ഷേ അനക്ക് നമ്മളെ അത്രയ്ക്ക് അറിഞ്ഞുപിടിപ്പിച്ച നിങ്ങളെ ഏതെങ്കിലും ഇഷ്ടത്തിന് നമ്മൾ എത്തി നിന്നിട്ടുണ്ടോ മനസ്സുകൊണ്ട്? ഇപ്പൊ രാഹുൽ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ഉയരെടുത്തോണ്ട് പോണ വേദനയില്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന. എനിക്ക് തന്നോടെ അമ്മ, ഞാൻ നോയിക്കൂടാ പോലെ പോലെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളെ കിച്ചന? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം എനിക്കുള്ള എനിക്ക് വേണം ഓളെ. ഓളെ കയ്യിലെഴുതുന്ന മൈനാക്സ് നമ്മുടെ പേരിലായിരിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പ്ലീസ് നമുക്ക് ധൈര്യം ഓളത്ര ധൈര്യം എനിക്കില്ലാത്ത പോയി. ഓള് നിങ്ങളെല്ലാരും മുമ്പ് വെച്ച് തുറന്നു പറയാൻ കാണിച്ച ധൈര്യം ഞമ്മക്കില്ലാതെ പോയി.
അന്ന് ഞാൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ നിങ്ങളെ മുമ്പ് കിടന്ന് കരയേണ്ട അവസ്ഥ വരില്ലായിരുന്നു. പ്ലീസ് ഉമ്മ, സോറി. കിച്ച, ഈ ഞമ്മളെ വിശ്വാസം മാത്രല്ല തെറ്റിച്ച, ഓളെ വിശ്വാസം കൂടെയാ. ഈ അന്ന് ഓളെ അടിച്ചില്ലേ, എത്ര സങ്കടം ഉണ്ടായിരുന്നു അറിയാമോ എന്റെ കൊച്ചിന്. എന്നിട്ട് പിറ്റേന്ന് എന്റെ അടുത്ത് ഓടി വന്നില്ലേ ഓള്. പക്ഷേ എന്തിനാണ് അവളെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്? ഇന്ന് വരെ ഓള് ഈ ഇല്ലാതെ കോളേജിലെ സ്കൂളിലെ എവിടെയെങ്കിലും പോയിട്ടുണ്ട്? വേണ്ട സുബേറെ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അവനവന്റെ തെറ്റുകൾ മനസ്സിലായില്ലേ, അത് തന്നെ ധാരാളം. വാ, കൊച്ചിനെന്തരാ നമ്മളടുത്ത് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞു. ചെല്ല, അവര് പോയിട്ടുണ്ട്. നീ വന്നെങ്കി വാ. നിങ്ങൾ എവിടെ കിടക്കിയിരുന്ന് താക്കോലെടുത്ത് ഈശയിലിട്ടിട്ട് വന്നേക്കണ പയ്യ. ഇവിടെ നമ്മൾ ഇരുന്നിരുന്നിരുന്ന് വേറൊരച്ച് വൃക്ഷത്തിൽ ഫലവുമായി. എന്നിട്ട് ആരും ഞമ്മളെ തിരിഞ്ഞു നോക്കിയില്ല. വേഗം കൊണ്ട് തുറക്ക്, നമുക്ക് ഇരുന്നിരുന്ന് പോയെങ്കിൽ. ഓ, ട്രാഫിക് ആണെങ്കി വെച്ചേ ഞാൻ തുറന്നു. എന്നാലേ നമ്മളൊന്ന് കിടക്കട്ടെ. അപ്പോൾ ബൈ ബൈ, നാളെ കാണാം. നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ എല്ലാരെയും കൂടെ വിളിച്ചു വരുത്തി ആശുപത്രി വിളിച്ചിട്ട് അവിടെ നിന്ന് വീട്ടിൽ വരുത്തിച്ച് നിനക്കെല്ലാം പറയണ്ട. ഓ, ഞമ്മളങ്ങ് മറന്നുപോയി. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. മേലെ പറയുന്നത് സുബേറിന്റെയും മാമനയുടെയും ഏകപുത്രിയായി ആയിഷ എന്ന് പറയുന്ന നമ്മുടെ വാപ്പായും ഉമ്മായും നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച ചൊങ്കന് പുയ്യാപ്പിളായിട്ട് സ്വീകരിക്കാൻ സമ്മതമെന്ന് അറിയിച്ചു. അപ്പം കല്യാണത്തിന്റെ പരിപാടികൾ നടക്കട്ടെ. ഐഷു, നീ ജയിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യരുത്. എന്റെ ജീവിതമാണിത്. ഈ ചുമ്മാ നമ്മുടെ അടുത്തുള്ള വാശിക്ക് അല്ല, എന്റെ അടുത്തുള്ള വാശിയുടെ പുറത്തല്ല നമ്മൾ ഈ തീരുമാനം എടുത്തത്. നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ ചിന്തിച്ച് അതിന് ഉത്തരം കണ്ടെത്തിയ ഈ അപ്പം നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതാ. അനക്ക് നമ്മുടെ സിന്ദൂരം വേണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ അനക്ക് നമ്മുടെ സിന്ദൂരത്തിന്റെ ആവശ്യമില്ലേ? ഒറ്റ ദിവസം കൊണ്ട് ഈ നമ്മുടെ അടുത്തുള്ള പ്രണയം അങ്ങ് മറന്ന. കൃഷ്ണ, അതിന്റെ അടുത്തുള്ള നമ്മളെ പ്രണയം അത് സത്യമായിരുന്നു. നമ്മളെ റുഹിന് നമ്മൾ കൊടുത്ത പേര്, അതിന്റെ സിന്ദൂരത്തിന്റെ പേര്. പക്ഷേ നമ്മുടെ വാപ്പ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, തെറ്റായ തീരുമാനം നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കരുതെന്ന്. ഞാൻ എടുത്ത തീരുമാനം അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ 2 ദിവസം. നമ്മുടെ പ്രണയം അത് സത്യമായിരുന്നു, സത്യം തന്നെയാണ്. ഞങ്ങളുടെ റൂഹ് കിടന്ന് പിടയ്ക്കുന്ന അനക്ക് വേണ്ടിയിട്ടാ. പക്ഷെ കൃഷ്ണ, ഇനി നമുക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഞാൻ എടുത്ത തീരുമാനം തെറ്റാ. ഞാൻ എടുത്ത കൃഷ്ണ എന്ന തീരുമാനം തെറ്റാ. നമുക്കിനി അന്നെ വേണ്ട. തെറ്റായ തീരുമാനം എടുത്ത് നമ്മുടെ ഉമ്മാരെ വാപ്പാരെ മുമ്പ് കിടന്ന് നരകിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ടാവൂല കൃഷ്ണ. അതുകൊണ്ട് ഇനി എന്നെ കുറ്റം എന്റെ അടുത്തൊന്ന് ചോദിക്കരുത് കൃഷ്ണ, പ്ലീസ്. നമുക്കിത് കിടക്കണം. ഐഷു, നീ കുറെ നേരമായി കൃഷ്ണ 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 കൃഷ്ണ. അനക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ കിച്ചാന്ന് വിളിച്ച് പറയാ. ഈ അങ്ങനെ എന്നെ ഇത്രയും നാൾ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അനക്കെന്ത് ഇത്ര മാറ്റം? ഈ 2 ദിവസം കൊണ്ട് നീ എന്റെ ഈ ഞമ്മടുത്തുള്ള പ്രണയം എങ്ങനെ തെറ്റായി അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ. നീ കിടക്കുന്നതിന് മുമ്പ് നമുക്കത് അറിഞ്ഞേ പറ്റൂ. ഞമ്മടുത്തത് പറഞ്ഞിട്ട് ഈ പോയാ മതി. കിച്ചാന്ന് വിളിച്ചുകൊണ്ട് നടന്ന ഒരാളുണ്ടായിരുന്നു. നമ്മുടെ എല്ലാം, നമ്മുടെ ദുഃഖത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന ഒരാൾ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ എന്റെ ആ ചിന്തകളെല്ലാം നീ തെറ്റിച്ച് ഒറ്റ ദിവസം കൊണ്ട്, എന്റെ ഒറ്റ തീരുമാനം കൊണ്ട്. നമ്മളൊക്കെ പറഞ്ഞതിൽ എന്തേ തെറ്റുണ്ടായിരുന്നു? പറ. അന്നെ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതാ. അത് എന്റെ അടുത്തല്ല പറഞ്ഞത്. എന്റെ കുടുംബക്കാരും എല്ലാവരും നിന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. കാരണം അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം പറയാനായിട്ടായിരുന്നു. പക്ഷെ ഓർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഇതിനെക്കൊണ്ടായിരുന്നു. ആനെക്കൊണ്ടായിരുന്നു എന്റെ തീരുമാനം ഈ പറഞ്ഞു. ഓരോരുത്തരെ ഇഷ്ടം അവർ ആര് സ്നേഹിക്കണം എന്നുള്ളത്. അതിന് നമ്മൾ എതിര് പറയണില്ല. പക്ഷെ എങ്കിലും അത് നീ അപ്പൊ കളയണമായിരുന്നു. നമ്മൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ ജനിച്ചു വീണപ്പോ തൊട്ട് ഈ കാണുന്നതാ.
നമ്മളന്ന് 2 വയസ്സിന് മൂത്തതായി. അന്ന് എന്റെ കൂടെ നടന്ന അതേ ഐശ്വ അന്ന് ആ കാര്യം പറഞ്ഞത്. അന്നെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ എന്തിനാ കാണിച്ച? പിറ്റേ ദിവസം ഈ എന്നെ ഇഗ്നോർ ചെയ്ത് നമ്മളടുത്ത് ഈ വന്നിട്ടില്ല. വൈകുന്നേരം നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി. നീ ഒന്ന് ഓർത്ത് നോക്ക്, ഈ അങ്ങനെയാന്നാ നമ്മുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ എന്തിനു കാണിച്ച? ഫോൺ പോലും കൊടുക്കാതെ ഈ എന്റെ കാര്യം നോക്കി പോയി. നമ്മളെ ഉള്ളിൽ കിടന്ന് പെടയണമെന്ന് അറിഞ്ഞിട്ടൂടി നീ പോയി. അന്റെ സമാധാനം തേടി. അങ്ങനെയുള്ള അന്നെ ഞാൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിലോട്ട് പിടിച്ച് കയറ്റുന്ന? ശരി, നിന്റെ അഭിപ്രായത്തിൽ നമ്മൾ തെറ്റ് ചെയ്തെങ്കിൽ നീ അത് പറഞ്ഞ് തിരുത്തണമായിരുന്നു. പക്ഷെ ഈ അങ്ങനെ ചെയ്തില്ല. ഈ എന്റെ കാര്യം നോക്കി ഈ പോയി. നമ്മൾ ആരെയും ചിന്തിച്ച ഒരു നിമിഷം നമ്മക്കിവിടെ എങ്ങനെയായിരിക്കും എന്ന് ഈ ആലോചിച്ച? ഇല്ല, ഈ എന്റെ കാര്യം മാത്രം നോക്കി എന്റെ സമാധാനം തേടി ഈ പോയി. അങ്ങനെയായിരുന്ന കിച്ച ഒരു ഫ്രണ്ട് ചെയ്യേണ്ടിരുന്ന? അങ്ങനെയായിരുന്ന? അപ്പൊ ഈ നമ്മളെ വിശ്വാസം തെറ്റിച്ചില്ലേ? ആ തെറ്റിയ വിശ്വാസം കൊണ്ട് ഇനി നമുക്ക് തന്നെ വേണ്ട. നമ്മുടെ ജീവിതം അതിന്റെ മുമ്പായിട്ട് നിറയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അന്നെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ നമ്മളെ ഒറ്റയ്ക്കാക്കിയില്ലേ? എന്റെ മേലെ നമ്മളിട്ട ഏറ്റവും വലിയ വിശ്വാസമായിരുന്നത്. എന്തൊക്കെ വന്നാലും നമ്മളെ വിട്ടുപോകില്ല. അന്ന് ഈ അടിച്ചപ്പോ പോലും നമുക്ക് അത്രയും വേദന ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ നമ്മളെ ഒറ്റയ്ക്കിട്ടിട്ട് പോയില്ലേ? ഒരു സങ്കടം വന്നപ്പോ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ ഈ പോയില്ലേ? അത് നമുക്ക് അതന്നെ നമ്മളെ സൂക്ഷിച്ചു വെച്ചത് നമ്മുടെ രോഗി തന്നെയാണ്. അതുകൊണ്ട് നമുക്കിനി പറ്റൂല. പക്ഷെ ആ സമയത്ത് നമ്മളടുത്തൊരു ഇഷ്ടം പറഞ്ഞിട്ടോന്ന് നമ്മൾ മാറ്റി നിർത്തി രമേശ് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ? അന്നൊരു താങ്ങായിട്ട് ഓനെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ നിമിഷം നമ്മളിവിടെ നിൽക്കുന്ന സമയം വരെ ഓൻ നമ്മളടുത്തുണ്ടായിരുന്നു. അതാ പറയണ, അടുത്തുള്ള ബന്ധുക്കളെയും കാട്ടി ദൂരെയുള്ള ശത്രുക്കളെ നമുക്ക് എന്ന് ഫലം ചെയ്യണം. നമ്മൾ അതിന് തിരിച്ചറിഞ്ഞു. നമുക്ക് ഓന്റെ പ്രണയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒറ്റ ദിവസം ഞാൻ ഇല്ലായിരുന്നപ്പം ഓന്റെ പ്രണയം എനക്ക് മനസ്സിലായില്ലേ? പക്ഷെ ഇത്രയും നാള് നിന്റെ പിറകെ നിന്റെ കൂടെ ഉണ്ടായിട്ട് നമ്മളെ ഉള്ളിൽ കത്തരിയുന്ന എന്റെ അടുത്തുള്ള പ്രണയം നീ കണ്ടില്ല. അനക്ക് കാണാൻ കണ്ണില്ലായിരുന്നല്ലേ? അനക്ക് നമ്മുടെ അടുത്തുള്ള പ്രണയം അനക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ 2 ദിവസം കൊണ്ട് ഓന്റെ പ്രണയം എനക്ക് മനസ്സിലായി. പക്ഷെ നമ്മളെ ഉള്ളിൽ നമ്മളെ സ്നേഹിച്ചെന്ന് എന്റെ അടുത്തുള്ള പ്രണയം എനക്ക് മനസ്സിലായില്ല. അന്നെ അങ്ങനെ കാണാൻ പറ്റാത്തോണ്ടാ ഇത്രയും സങ്കടം ഉള്ളി ഒതുക്കിയിട്ട് ഈ നമ്മളെ മുമ്പിൽ നമ്മളെ സങ്കടപ്പെടുത്താതെ ചിരിച്ചോണ്ട് നിന്നില്ലേ? അന്റെ ആ മുഖം നമുക്ക് കാണാൻ പറ്റാത്തോണ്ടാ ഈ എല്ലായിടത്തും ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ അന്റെ ആ ചിരിക്കുന്ന മുഖം അല്ല നമുക്ക് കാണാൻ പറ്റണം. അന്റെ ഉള്ളിൽ കത്തണം അന്റെ മുഖം നമുക്ക് കാണാൻ പറ്റണം. ഈ ഓരോ നിമിഷം നമ്മളെ മുഖത്ത് നോക്കി അന്നേരം ചിരിച്ചില്ലേ? ഓരോ ചിരിയും നമ്മൾ കണ്ടത് എന്റെ കണ്ണീര് പൊടിയുന്ന നമ്മൾ എന്തിനാണ് വരുന്നത്? അത് നോക്കി അവിടെ നിൽക്കണമായിരുന്നു. അതോ എൻ്റെ അടുത്തോളം നമ്മളെ പ്രണയം തുറന്നു പറയണമായിരുന്നു. എന്നിട്ട് ഈ ഉമ്മായി വാപ്പായി നിൽക്കുന്നുണ്ട്. ഞാൻ അച്ഛാന്ന് ഉമ്മാന്ന് വിളിച്ച് ഉടനെ വിളിച്ചത് ഈ ഉമ്മാന്ന് വാപ്പാന്ന്. ആ ഉമ്മാന്ന് വാപ്പാന്ന് വിളിച്ച് അവരെ മുഖത്ത് നോക്കി നിങ്ങളെ മോളെ നമുക്ക് ഇട്ടോടും നമുക്ക് അവളെ വേണമെന്ന് പറയാൻ പറ്റും? പറയണമായിരുന്നാ ഞാൻ? അവരെന്തൊരു പറയണമെന്നാ തോന്നല്? എന്നെ അങ്ങ് കൊന്നുകൊണ്ടിരുന്ന ഐശോ. നീ പറഞ്ഞില്ലേ നിന്റെ പ്രണയത്തിനെ കുറിച്ച്? പ്രണയം എന്ന് പറഞ്ഞപ്പോ തൊട്ട് നമ്മളെ കൊന്നുകൊണ്ടിരുന്ന ആ ചിന്തകളാ. പക്ഷെ നമ്മളെ ഇഷ്ടവും പറഞ്ഞ എന്റെ വാപ്പായും ഉമ്മായി നമ്മളെ വാപ്പായും ഉമ്മായി എന്ത് നമ്മളെ കുറിച്ച് കരുതെന്നുള്ള ചിന്ത നമ്മളെ ഉയിരോടെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനോട് കഴുകന്റെ മുമ്പ് ഇട്ട് കൊടുത്ത് പിച്ച് ചീന്ത പോലെ വേദന ഉണ്ടായിരുന്നു നമ്മളെ ശരീരത്ത്. ശരിയാ, എന്റെ സങ്കടം കാണാതെ നമ്മളാരെയും നോക്കി പോയെടുത്ത് ഒരു സമാധാനം കിട്ടിയിട്ടില്ല. ഒന്ന് കിടന്ന് സമാധാനത്തോടെ
രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഈ എന്റെ മുഖം നമ്മള് പറഞ്ഞ അനക്ക് മനസ്സിലാവില്ല ഇപ്പൊ. കാരണം ഈ പറഞ്ഞപ്പോ നമ്മൾ അതിനുള്ള മറുപടി പറഞ്ഞില്ല. ശരി, അന്നെ നമ്മൾ ഇഗ്നോർ ചെയ്ത് നല്ലൊരു ഫ്രണ്ട് എന്ന സാധനം നമ്മൾ കളഞ്ഞു. പക്ഷെ അതിൻ്റെ അടുത്തുള്ള നമ്മളോட പ്രണയം അതെനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകളും കൊണ്ടതെന്റെ ഉള്ളില് ഞമ്മക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടം. ശരിയാ, ഈ റമീസിനടുത്ത് സംസാരിക്കാൻ പോകുമ്പോ ഞമ്മളാ എന്നെ തടഞ്ഞുണ്ട്. ഈ വേറെ സംസാരിക്കാൻ ഞമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് തന്നെയാ നിന്നെ നമ്മളടുത്താണ് ചേർത്ത് നിർത്തിയിരുന്നത്. അന്ന് നീ ഞമ്മടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞതിന്റെ പിറ്റേന്ന് റമീസിനോട് സംസാരിക്കാൻ പോയില്ലേ? ഞമ്മളെ ഉള്ളിൽ നടന്ന് പെടഞ്ഞ് നമുക്ക് മാത്രമേ അറിയൂ. എന്നിട്ട് ഞാനാക്കിട്ട് പോയത് നിന്റെ മുഖം എനിക്ക് അത്രയും നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ ആവതില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടുതൽ നോക്കിയാ എൻ്റെ അടുത്ത് നമ്മളെ പ്രണയം ഉള്ളു തുറന്നു പോകുന്നുള്ള പേടിയുണ്ട്. അല്ലാതെ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളതുകൊണ്ട്. ഇല്ല, എന്നെ കൊണ്ട് പറ്റൂല. എന്നെ വേറൊരാൾ കല്യാണം കഴിക്കണം നോക്കി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ശരിയാ, അപ്പൊ നീ ചോദിക്കും നമ്മളെ വേറൊരാളെ കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് രീതിയിലാണ് ചോദിനെ? ഞാൻ ജീവശവായി പോയനെ, ഞാൻ ഭ്രാന്ത് പിടിച്ചു പോയനെ. എനിക്ക് പുറമെ ചിരിച്ചു കളിക്കുന്ന ഒരു പ്രതിമായി പോയനെ. ഞാൻ ഓന് നീ ഇവിടെ കൈ പിടിച്ച് നടക്കണപ്പോ ഉള്ളില് മരിച്ചൊരു ശവമായി പോയനെ. ഞാൻ മണ്ണിലഞ്ഞ പുഴുക്കൾ കൊത്തി വലിച്ച പോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായി പോയത്. നമുക്ക് അതിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഐഷു. നമ്മുടെ സിന്ധുവത്തിന്റെ അവകാശം പണ്ടേ ആയതായി. നമ്മുടെ സിന്ധൂരോ നമ്മുടെ താലി എന്റെ കഴുത്തിലും എന്റെ നെറ്റുതളത്തിലും ചുവക്കുന്ന കാണാനാ നമുക്കിട്ട്. നമ്മുടെ താലിയുടെ തിളക്കം അതെന്റെ കഴുത്തിൽ കിടന്ന് തിളങ്ങുമ്പോ നമുക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി അത് നമുക്ക് കാണുന്നത് വലിയ ആഗ്രഹമുണ്ട്. ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് നമുക്കത് ക്ഷമിക്കും. പ്ലീസ്, ഒറ്റ പ്രാവശ്യത്തേക്ക് മതി. ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് എന്റെ കിച്ചണിലാണ് എന്റെ കൈ പിടിച്ച് നടത്തിയ കിച്ചണല്ലേ. ഈ ഒരൊറ്റ പ്രാവശ്യത്തേക്ക് ഈ പറഞ്ഞ എന്റെ റൂഹില്ലേ, എന്റെ റൂഹിനെ സാക്ഷിയാക്കി, നമ്മുടെ സിന്ദൂരത്തിനെ സാക്ഷിയാക്കി ഈ ഒരൊറ്റ പ്രാവശ്യം ഇനി നമ്മൾ ഒറ്റയ്ക്കാക്കൂല. പ്ലീസ്. ഇതെന്തിനാണെന്ന് അറിയാമോ നിനക്ക്? ഈ 2 ദിവസം ഓളെ നീ തീ തീറ്റിച്ചതിന്, നമ്മുടെ പെങ്ങളെ നീ കൊല്ലാതെ കൊന്നതിന്. ഇതെന്തിനാണെന്ന് അറിയാമോ? എന്റെ ഉള്ളില് കത്തി എറിഞ്ഞ മിന്നല് നീ പുറത്ത് കാണിക്കാത്തതിന്. ഓളെന്റെ പെങ്ങളാ. ഓളെ ഉള്ളില് നമ്മളറിയാത്ത ഒരു കാര്യവുമില്ല. എന്റെ അടുത്തുള്ള പ്രണയം ഓള് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെയാ ഇത്രയും നാള് നിന്നത്. ആ നിൽക്കണ എന്റെ ചേച്ചിക്കും അറിയാം. ഇതെന്റെ അവസാനത്തെ വാണിങ്ങ. ഇനി എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒതുക്കി വെച്ച് നടന്ന നീ എന്റെ വേറൊരു രൂപം കാണും. അയച്ചുവാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. നമുക്ക് ഉറക്കാൻ വന്ന് കടിച്ചിലും മുളിയായിട്ട് നിൽക്കണില്ലാതെ. ഓ, മാപ്പിളേനെ വന്നുള്ള കിട്ടി. ഇനി നിനക്ക് വല്ലതും തരാണ്ടാ ഞമ്മക്ക്. നീ ചോദിച്ചിട്ട് ഇരിക്കട്ടെ. അപ്പൊ ശരിയെന്നാ. അപ്പൊ എല്ലാം ശരിയായില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞില്ല. സുബേറെ, എന്റെ മോളെ ഞമ്മളെ മരുമോളായിട്ട് നീ നമുക്ക് തരുമോ? നമ്മുടെ മോനായിട്ട്, നമ്മുടെ കൃഷ്ണനായിട്ട് തരാൻ പറ്റുമോ? നീ കൊണ്ടുപോക്കോടാ. ഇപ്പോഴല്ല, 4 ആൾ കാണൊക്കെ കൈ പിടിച്ച്
നമ്മള് തരും നമ്മളെ മോളെ എന്റെ കൃഷ്ണന് വേണ്ടിയിട്ട്. മോനെ കിച്ച ഒത്തിരി വന്നാണ്ടാ ഇപ്പൊ പോവാ മക്കളഞ്ഞു വന്നാണ്. അമ്മ ഒരു കാര്യം ചെയ്യിക്കട്ടെ. എന്നമ്മ എന്തുപറ്റി? നല്ല കാര്യമുണ്ടോ? എന്തു പറ്റി മിസ് ലക്ഷ്മി മാധവൻ? ആ ഇനി പോക്കോ പോടാ പോ കേറിപ്പോ. ചുമ്മാ എന്നെ വിളിച്ചു വരുത്തി അടിക്കുന്ന എന്റെ കവളിന്റെ അടപ്പരടവിന്ന് തോന്നുന്നു. നിനക്ക് എന്തമ്മ അച്ഛാ? ദേ ഇനി ഇവിടെ കിടന്ന് ചെലച്ച ഇനി മേലെ എന്റെ കൊച്ചിന്റെ ശരീരത്തിൽ നിന്റെ കൈ പൊങ്ങിയ ഇതായിരിക്കില്ല നിനക്ക് കിട്ടാൻ പോണ് കേട്ടല്ലേ. അച്ഛനല്ല ഇനി ആര് വന്നാലും ശരി ഇനി മേലല്ല ആവർത്തിക്കരുത്. അന്ന് ഞാൻ നോക്കി വെച്ചതാ. പോയറി കോപ്പ് എല്ലാരും കൂടെ തല്ലി തല്ലിയൊക്കെ കൊല്ലിയല്ലോ. എന്നെ കവള് വേണ്ടിയിരുന്നു. കിടന്ന് മോളെ കയറി പോടാക്ക്. അവൻ കിടന്ന് മോളാണ്. പോതല്ലേ അവിടെ എല്ലാരും കൂടെ മാറി തിരിഞ്ഞ് അടിച്ചിട്ട് പോകല്ലേ പോലും. ഞാൻ അച്ഛനും കൂടെ ബാക്കിയുള്ളെങ്കിൽ ഇവിടെ നിന്ന് അച്ഛനെ കിട്ടി ഞാൻ പോവാണ്. ഇന്ന് നിനക്ക് നീ എന്തേലും കാണാം പോട വയ്യ. സുബേറെ സുബേറെ ഇതാരുമില്ലേ? അല്ല ഇതാര്? കാതറാ? എന്ത് കാതറ ഈ വഴിയേക്ക? എല്ലാരും ഉണ്ടല്ല. എന്റെ പ്രവൃത്തി അങ്ങനെയല്ലേ, അപ്പൊ വരാതിരിക്കാൻ പറ്റൂലല്ലോ സുബേറെ. നമുക്ക് വന്നല്ലേ പറ്റൂ. നമ്മളൊരു മുസ്ലിം ആയി പോയില്ലേ. പള്ളിയും പള്ളിക്കാരെയും എല്ലാരെയും നാണം കെടുത്തുന്ന പ്രവൃത്തികൾ കാണാൻ പോകുമ്പോഴേ അതിനെ തടയേണ്ടത് നമ്മളെ കടമയല്ലേ. അതിന് പള്ളിക്കും പള്ളിക്കാർക്കൊക്കെ നാണക്കേട് വന്നതിന് നമ്മൾ എന്തിനു കാണിച്ചു കാതറെ? നീ എന്തിനീ കിടന്ന് തൊള്ള വളക്കണ? ഞമ്മക്ക് ചെവിയേക്കാ. ഈ പയ്യെ പറ. എന്നിട്ട് നീ സമാധാനായിട്ട് അകത്തോട്ട് കയറി വന്നിട്ട് കാര്യം പറ. അനക്കെന്താ അൽഷിമേഴ്സ് പിടിച്ച സുബേറെ? ഈ ആ മാധവന്റെ മോനുമായിട്ട് എന്റെ മോളെ നിക്കാൻ ഉറപ്പിച്ച? ഈ ആരടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തത്? അനക്കെന്ത് പള്ളിയും പള്ളിക്കാരും പള്ളക്ക ഒന്നും വേണ്ടേ? അന്റെ തീരുമാനങ്ങൾ മാത്രമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഈ അതിന്ന് ഉടനെ പിന്തിരിഞ്ഞോ? മക്കളും പല ആഗ്രഹങ്ങളും പറയും. അത് നമ്മളെ ഇതനുസരിച്ച് ചെയ്തു കൊടുക്കണം. അല്ലാതെ ഇമാതിരി തലതെറിച്ച പരിപാടിക്കൊന്നും ഈ കൂട്ടിയിരിക്കുന്നു സുബേറെ. എന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത് എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ടുണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലായിപ്പിക്കാവുള്ള. ഓക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള കൊച്ചാണ്. പഠിച്ചവന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് സുബേറെ. നീ കാതറെ ഈ പറയുന്നത് ശരി തന്നെ. നമ്മളെ മോളെ ജീവിതം അനക്ക് ബാക്കി എല്ലാത്തിനെയും കാട്ടി വലുത്. പള്ളിയിനെയും കാട്ടി സമൂഹത്തിനെയും കാട്ടി സപ്പോർട്ടിനെയും കാട്ടി എനിക്ക് വലുത് നമ്മളെ മോളെ ജീവിതമാണ്. മോള് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. ഈ കിടന്ന വീരമാകാതെ അടിക്കണില്ലേ? ഒന്ന് ചിന്തിര്. നമ്മളെ പള്ളിയിലെ ഈ ഇപ്പൊ പറഞ്ഞ പള്ളിയുടെ മൈലാഞ്ചി കാട്ടിലോട്ട് കയറുമ്പോഴേ എന്റെ കാല് കിടന്ന് പിടയ്ക്കണില്ലേ? കാലിന്റെ ശക്തി പോരാന്ന് എനിക്ക് തോന്നണില്ലേ? പള്ളിപ്പറമ്പില് ആ മൈലാഞ്ചി ചോട്ടില് മൈലാഞ്ചിയുടെ ഇലകള് വീണ് മൂടി പുറത്തിട്ട് മൂടി ഒരു കബർ അവിടെ കിടപ്പുണ്ട്. അതിന്റെ മുന്നിൽ നീ ചെന്ന് നിൽക്കില്ലേ? അപ്പൊ എന്റെ കണ്ണ് നിറയണില്ലേ? കണ്ണിന് ഒരു തുള്ളി ഇറ്റ് കണ്ണീര് ആ മൈലാഞ്ചിയിലൂടെ ഒരു കബറി ചെന്ന് പതിക്കണില്ലേ? അപ്പൊ എന്റെ ഹൃദയം കിടന്ന് പിടയണില്ലേ? ആ പിടച്ചിന് എന്നെ കൊല്ലാനുള്ള ഭാരം തോന്നണില്ലേ എനിക്ക്? അതെന്തൊക്കെയാന്നറിയാമോ? നീ ഓക്ക് കൊടുത്ത വിശ്വാസം തെറ്റിച്ചതിന്റെ പേരില്ല. എന്റെ ബീവി ഓളെ തെറ്റ് എന്റെ കയ്യിൽ കൊണ്ടു തന്നപ്പോ ഒരു ഇറുക്കിയൊരു പിടുത്ത എന്റെ വിരലിൽ പിടിച്ചില്ലേ? അത് എന്തിട്ടാണെന്നറിയാമോ? ആ കുഞ്ഞ ജീവൻ അപ്പോഴേ തുടിച്ചത് എന്നെ വിശ്വസിച്ച. എന്തൊക്കെ വന്നാലും ഈ കൈ വിടൂല. എന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുന്ന വിശ്വാസം. ഓളെ കയ്യിൽ എന്റെ പീടി കാണുമെന്നുള്ള വിശ്വാസം. അതാണ് അവൾ ആദ്യമായിട്ട് അന്യന് വെച്ച വിശ്വാസം. നമ്മളെ ഓള് പിച്ച വെച്ച് ആദ്യം നടന്നപ്പോ തെറ്റി നിന്നപ്പോ നീ ഓടിച്ചെന്ന് പിടിച്ചില്ലേ? പിടിച്ചെഴുന്നേപ്പിച്ചില്ലേ? നമ്മൾ എവിടെ വീണാലും നമ്മളെ വാപ്പ നമ്മളെ പിടിച്ചെണീപ്പിക്കാൻ കാണുമെന്നുള്ള ഓള് വെച്ച വിശ്വാസം. നമ്മളെ മോളും അതേപോലെ വെച്ചൊരു വിശ്വാസം. ഓള് സൈക്കിള് ചവിട്ടി പഠിച്ച സമയത്ത് സൈക്കിള് തന്നെ വീണ്
കയ്യൊന്ന് മുറിഞ്ഞപ്പോ തടയി കൊടുത്തിട്ട് ഈ പറഞ്ഞാണൂല്ലേ പോട്ട് മോളെ കുഴപ്പമില്ലെന്ന്. അപ്പൊ ആ ഓള് വേറൊരു വിശ്വാസം വെച്ചാണ് എന്റെ മുറിവാറ്റ എന്ന് എന്റെ പാപ്പ കാണാന്നുള്ള വിശ്വാസം. നമ്മളെ മോളം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വിശ്വാസം. ആരെങ്കിലും ഓളെ കളിയാക്കുമ്പോ ഈ ചെന്നിട്ട് അവളെ കളിയാക്കല് നമ്മളെ കൊണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഓളെ ചേർത്ത് പിടിച്ചിട്ടില്ലേ, അതായിരിക്കും അവളെ അടുത്ത വെച്ച വിശ്വാസം എന്നില്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഓള ഒന്ന് തല്ലി നോവിച്ച അത് ചെന്ന് ചോദിക്കാൻ നീ പോവൂലേ, നമ്മളെ സംരക്ഷിക്കാനും നോക്കാനും നമ്മളെ വാപ്പ ഉണ്ടെന്നുള്ള വിശ്വാസം. ആര് നമ്മളെ എന്ത് ചെയ്താലും നമ്മളെ വാപ്പ വന്ന് ചോദിക്കുമെന്നുള്ള വിശ്വാസം. ഒരു മുട്ടായിക്ക് വേണ്ടി വാശി പിടിക്കുമ്പോ ഇല്ലാത്ത പൈസ ആയാലും ശരി 1 രൂപ ആരെങ്കിലും കടം പറിച്ചതിന് ആ മുട്ടായി വാങ്ങി കൊടുക്കുമ്പോ നമുക്കുള്ള ആവശ്യങ്ങൾ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മളെ വാപ്പ നിറവേറ്റി തരുമെന്നുള്ള കൂടെ വിശ്വാസം. ആ വിശ്വാസങ്ങൾ തെറ്റിച്ചുണ്ടാക്കാതെ ആ കബറിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എന്റെ കണ്ണ് നിറയണം, എന്റെ ഹൃദയമെടുപ്പ് കൂടണം, എന്റെ കാലുകൾ അന്നെ താങ്ങാൻ പറ്റാതെ കുഴഞ്ഞു പോണം. അതുകൊണ്ടാ എന്റെ മോളിൽ നിന്ന് ആ കബറിടത്തിൽ കിടന്ന് മയങ്ങുന്നത്. നമുക്ക് അങ്ങനെ ഒരു വാപ്പ ആവണ്ട കാതറെ, അനക്ക് ഈ ആവണ്ട. നമുക്ക് നമ്മളായാതി നമ്മളെ മോളെ വിശ്വാസങ്ങൾ എല്ലാവരും സംരക്ഷിക്കുന്ന ഒരു വാപ്പ ആയാതി നമുക്ക്. അതുകൊണ്ട് കാതർ ഇപ്പൊ പോവാൻ നോക്ക്. നമ്മളെ മോളെ ഓക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ നമ്മള് കെട്ടിച്ചു വിടും. അത് ഇനി ആരും നമ്മളെ കൂടെ നിന്നാലും ശരി നിന്നില്ലെങ്കിലും ശരി. നമ്മളെ വീണിയും കണ്ണടച്ചു പോയ ഈ പള്ളിക്കാരും ആരും നോക്കിയില്ലെങ്കിലും ശരി, നമ്മളെ മാധവൻ നമ്മളെ മോളെ നോക്കുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കണ്ണടക്കി. അനക്ക് തോന്നൂലേ കാതരെ, അനക്ക് ഞാൻ ഈ പറഞ്ഞപ്പോ ഉണ്ടാവുന്ന വേദന അനക്ക് ആ പള്ളി പറമ്പിൽ കയറുമ്പോ മൈലാഞ്ചിക്കാട്ട് കയറുമ്പോ മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഈ ഒരു ദിവസം വീട്ടിൽ നിന്ന് എന്റെ ബീവിയുടെ മുഖം നോക്ക്. ഓരോ മിനിറ്റിലും ഒരൊറ്റപ്പെടുമ്പോഴും ഓരോ ഒരു മോള് നൊന്ത് പ്രസവിച്ച മോളെ ചിന്തകൾ കാണും ഓളെ മനസ്സിൽ. ആ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും ഒരു കടലിരമ്പം പോലെ. അത് മാത്രമല്ല, സന്ധ്യ നേരത്ത് ദിക്കറെടുത്ത് ദുവ അരക്കുമ്പോ ഓളെ മോളെ ചിന്തിച്ചുള്ള ദുവ, ഓളെ മോക്കുള്ള ദുവ അരക്കുമ്പോ ഓളെ കണ്ണീരിന് എന്നെ കത്തിക്കാനുള്ള ശക്തി കാണും കാതറെ. അതുകൊണ്ട് ഈ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിവിടുന്നു. എന്നെ പോലുള്ള ശീതങ്ങളെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വീട്ടില് നമ്മുടെ പുരയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടമല്ല. ഈ ചെന്ന് എന്റെ ബേബീനെ നോക്കിയിട്ട് നമ്മളടുത്ത് വാ, അന്ന് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തിനാ കരയണ നമ്മളുണ്ട് കൂടെ. നമ്മളെ മോളെ എല്ലാ ആഗ്രഹത്തിനും കൂടെ നമ്മളുണ്ട്. ആരില്ലെങ്കിലും ശരി പാപ്പായും ഉമ്മായും കാണും നമ്മളെ മോളോടെ. ഈ നമ്മളെ സ്വത്തല്ലേ, നമ്മളെ അമ്മിനെ നമ്മളെ കൈ തന്നെ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത മാധവാ കൃഷ്ണ. ആ നീ ഇവിടെ ഉണ്ടായിരുന്ന, നീ ഉണ്ടായിട്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നത്. നിനക്കെങ്കിലും പറഞ്ഞ് തിരുത്തിക്കൂടെ? മാധവന അവന്റെ കൂട്ടുകാരന്റെ ഇതുകൊണ്ട് പ്രാന്തായി നിൽക്കണമെന്ന് പറയാം. നിനക്ക് എന്തിനാണ്? നീ വീട്ടിൽ വന്നു കയറിയതല്ലേ, നിനക്കങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ജാതി മതവും ഒന്നും നോക്കാതെ ഒരു കല്യാണം, അതും അന്യമനസ്ഥയായിട്ട്. അതിനെ തിരുത്താൻ വേണ്ടിട്ട് ഇവിടെ ആരും തെറ്റായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ തീരുമാനം എടുത്തെങ്കിൽ തന്നെ അതിപ്പോ നിങ്ങളെയൊക്കെ അറിയിക്കേണ്ട കാര്യം എന്തേരി? സമയമാകുമ്പോ അറിയിക്കും. നിങ്ങൾ നമ്മുടെ അടുത്ത് എല്ലായിടത്തും ആലോചിച്ചിട്ടാണ് നിങ്ങളെ മോളെ കല്യാണം നടത്തിയതല്ലേ? കല്യാണത്തിന് ലെറ്റർ അടിച്ച് നമുക്ക് കൊണ്ട് തന്ന് നമ്മൾ വന്ന്, അല്ലാതെ നിങ്ങളുടെ തീരുമാനമൊന്നും ചോദിച്ചില്ലല്ലോ. അയ്യോ നമ്മളെ വരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളും അതേപോലെ ചെയ്താൽ മതി. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലുതായിട്ട് അങ്ങ് ഇടപെടണമെന്ന് വിചാരിക്കണ്ട. നമ്മള് കല്യാണം എന്തെങ്കിലും കല്യാണമായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ തീരുമാനിച്ചു. ഈ കല്യാണം ആകുമ്പോ കല്യാണത്തിന്റെ കുറി അടിക്കും, കല്യാണ കുറി അടിച്ച് കൊണ്ടുവന്ന് തരും. വേണമെന്നുള്ളവര് വരിക, ഇല്ലാത്തവര് വരണ്ട. നമ്മൾ ആരെയും നിർബന്ധിച്ച് വരുത്തണേന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. നല്ല മനസ്സോടെ വരിക, വന്ന് കല്യാണം കൂടാതെ തിരിച്ചു പോവുക. അല്ല കുറ്റം പറയാനൊക്കെ നിങ്ങളൊക്കെ ഉള്ളിലുള്ളത് കണക്ക്, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അല്ലാതെ വലിയ തീരുമാനങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നീ എന്തിനാ കണ്ടാ അങ്ങനെയൊക്കെ പറയണത്? എന്റെ മോളെ കല്യാണം നടത്തിയതൊക്കെയാണ് ഇവിടെ കല്യാണം നടക്കാൻ പോണത്. അന്യമതത്തിലൊരു പെണ്ണുമായിട്ട് നാണക്കേടല്ലേ അത്? നമ്മളെ അമ്പല കമ്മിറ്റി ഇരുന്നിട്ട് നമ്മളെ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് വേറൊരു മതത്തിലെ ഒരു പെങ്കൊച്ചുമായിട്ട് മോനെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞ
അത് എത്രമാത്രം ഇതായിട്ടുള്ള പ്രവൃത്തിയാണ്. നമ്മളെ ദൈവത്തിനെയും നമ്മളെ മതത്തിനെയും എല്ലാത്തിനെയും അങ്ങ് നാണം കെടുത്തുന്ന പോലെ കളിയാക്കം കണക്കത്തെ തീരുമാനമായി പോയില്ലേ അത്. അവനെ പറഞ്ഞ് തിരുത്താനായിട്ടുള്ളതല്ലേ. നീയും കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യല്ലേ കണ്ണാ നീ. നിന്റെ അവിടെ ഇല്ലേ മാധവ ഇല്ലേ, വേഗം അങ്ങോട്ട് വിളി. ഞാൻ പറയാം എൻ്റെ അടുത്ത്. കൃഷ്ണനോടെ കൃഷ്ണനടുത്ത് ഞാൻ സംസാരിക്കാം. എന്ത് സുരേന്ദ്ര എന്നെ കണ്ടിട്ട് നല്ല കാര്യമുണ്ടാ? അല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞത് എന്തിനുണ്ട് തെറ്റ്? എന്റെ മോൻ അവന് ഇഷ്ടപ്പെട്ട പെണ്ണിന് അവൻ കെട്ടും. അതിപ്പോ അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ് എന്നും പറഞ്ഞ് എന്റെ മോനെ എനിക്ക് കെട്ടിക്കൊന്നും വേണ്ടേ? അത് കൊള്ളാല്ല. പിന്നെ എന്റെ മോനെ ഉപദേശിക്കാൻ നീ ആരും ആയിട്ടില്ല കേട്ടാ. അതിന് അവന്റെ തന്ത ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ഞാനില്ലെങ്കിൽ അവന്റെ തള്ളയുണ്ട്. അതും പോരാഞ്ഞിട്ട് അവനൊരു ചേച്ചിയുണ്ട് മൂത്ത. അവക്കറിയാം അവനെ ഉപദേശിക്കാനും നോക്കാനും ഒക്കെ. ഇതിനെല്ലാത്തിനും ഉപരി അവനൊരു അളിയനുണ്ട്, ഈ നിൽക്കുന്നതായി. അതുകൊണ്ട് വേണ്ടാട്ടാ. ഇവൻ വലിഞ്ഞേറി വന്നതൊന്നുമല്ല. എന്റെ പെണ്ണിന്റെ സഹോദരന്റെ മോനായത്. അവനറിയാം നമ്മളെ കുറിച്ച് കേട്ടാ. നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക് മാധവ. നമുക്ക് വലുത് നമ്മുടെ മതമാണ്. നീ ഇങ്ങനെ ഓരോന്ന് ആവശ്യമില്ലാതെ ചിന്തിക്കാതെ ഓരോന്ന് എടുത്ത് തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടല്ല. ദേവി കോപം വാങ്ങി വെക്കരുത്. എന്ന് ഒരു സുരേന്ദ്രോ, ഈ ആളങ്ങ് മാറിപ്പോയല്ല. നീ കുറച്ചാള് പിന്നിലോട്ട് സഞ്ചരിച്ചു നോക്ക്, കുറച്ചാള് പിന്നിലോട്ട്. നമ്മളെല്ലാരും പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്ന കാലത്തിലോട്ട്. അന്ന് പെരുന്നാളിന്റെ സമയത്ത് നെയ്ച്ചോറ് കൊണ്ടുവരും. അവന്റെ ഉമ്മ ഉണ്ടാക്കി നല്ല ചൂട് നെയ്ച്ചോറ്. ആ നെയ്ച്ചോറിന് വേണ്ടി കാത്തിരുന്ന കാലം ഉണ്ടായിരുന്നു അനക്കും ഞമ്മക്കും ഇല്ല. അന്ന് ഉച്ചമണി ബെല്ലടിക്കുമ്പോ ഒരു വാഴയില ഓടിപ്പോയി വെട്ടി ആ വാഴയിലോട്ട് ആ കൊണ്ടുവന്ന ചോറ് തട്ടിയിട്ട് എല്ലാരും കൂടെ ഒന്നിച്ച് വട്ടത്തിൽ നിന്ന് ഉള്ളിപ്പറക്കി തിന്ന കാലം ഉണ്ടായിരുന്നു. ഈ അതങ്ങ് മറന്നുപോയാ. എന്നാൽ ഞമ്മക്കത് മറക്കാൻ പറ്റൂല. നബിദിനത്തിന് റാലിക്ക് പോയി, വെയിലും കൊണ്ട് റാലിക്ക് പോയി കൊണ്ടുവന്ന മുട്ടായി എല്ലാരും ഒന്നിച്ച് ഒരേപോലെ പങ്കിട്ട് അതിന്റെ മധുരം നിറഞ്ഞ കാലം ഉണ്ടായിരുന്നു. ഈ അതങ്ങ് മറന്നുപോയാ. അന്ന് എവിടെ പോയി എന്റെ മതം? അതും പോരാഞ്ഞിട്ട് നോമ്പ് കുടിക്കുന്ന കണ്ടിട്ട് വിശന്നിരിക്കലേ നമുക്ക് കഴിക്കണമെന്ന് ഈ പറഞ്ഞ ഞാനൊക്കെ ഓർമ്മ ഉണ്ടാ. നമുക്ക് നാളെ വല്ല നോമ്പ് കുടിക്കാന്നും പറഞ്ഞ് അമ്മയെ കൊണ്ട് നോമ്പ് കുടിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കാറാകുമ്പോ പള്ളിയിൽ നിന്ന് കിട്ടണ ആ കഞ്ഞി എല്ലാരും കൂടെ ഒന്നിച്ച് സന്തോഷത്തോടെ കുടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഈ അതങ്ങ് മറന്നുപോയാ. അപ്പ എവിടെ പോയിരുന്ന എന്റെ മതം? അപ്പ എവിടെ പോയി സുരേന്ദ്ര എന്റെ മതം? വന്ന് പറയണ്. അല്ല, ഞമ്മളിത് ആരുടെ പറയണത്? ചേറിലും മണ്ണിലും ചെടിയിലും കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് വീട്ടിൽ ചെന്ന് കേറുമ്പോ എന്തിനടാന്ന് പറഞ്ഞ് 2 തട്ടും തന്നിട്ട് പോയി എല്ലാരെയും ദാഹം മാറ്റാനായിട്ട് മോരും വെള്ളം എടുത്തുകൊണ്ട് തന്ന ഒരു തള്ളേനാണ് ഓർമ്മ ഉണ്ടാടാ. കൊണ്ടുവന്ന് എന്റെ കയ്യില് തന്നിട്ട് അതിന്റെ തലമുടിയിൽ ഒന്ന് തലോടിയിട്ട് പോണ എന്റെ തള്ള ഇപ്പൊ എവിടാ? ആ അമ്മ ഇപ്പൊ എവിടാ? കൊണ്ടുവന്ന് കളഞ്ഞില്ലേടാ നീയൊക്കെ വൃദ്ധസ്ഥാനത്തില്. അനക്കൊന്ന് നോക്കാൻ വയ്യ. മുള്ളപ്പം അതിന്റെ വില അറിഞ്ഞൂടാ അനക്കൊന്നു. ഇപ്പൊ നീയൊക്കെ അങ്ങ് പന്തലിച്ചു പോയപ്പോ അനക്കൊക്കെ മതം ബുദ്ധിമുട്ടുകള്. പക്ഷേ അതിന്റെ സ്വഭാവം ഞമ്മളെ പഠിപ്പിക്കരുത്. ഞാൻ മാധവനാ. ഞാൻ എന്നും ഒരുപോലെ ആയിരിക്കും. ഞാൻ എന്റെ കൂട്ടുകാരനാ. അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അമ്പലം പുതുക്കി പണിഞ്ഞപ്പോ 50,000 തന്നല്ല. അപ്പ എന്റെ മതം എവിടെ പോയിരുന്ന്? കാശിക്ക് പോയിരുന്ന? അത് കഴിഞ്ഞിട്ട് ഉത്സവത്തിനോ അന്നദാനം നടത്തി. അപ്പ എവിടെ പോയിരുന്ന് എന്റെ മതവും ഈ വീറും വാശിയൊക്കെ? മതം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യനും തുല്യരാണ്. ഈ അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ടൊന്നും കാര്യമില്ല. മനസ്സ് നന്നായിരിക്കണം. സ്വന്തം തള്ളേനെ കൊണ്ട് കളഞ്ഞ അനക്ക് എന്തിനു മനസ്സ് നല്ലത്?
അനക്ക് ദൈവകോപം വന്നില്ലെങ്കിൽ ഞമ്മക്കും വരൂല. പിന്നെ ഈ കിച്ച കിച്ചാന്ന് വിളിക്കണല്ല, എന്ത് ആവശ്യമുണ്ടെങ്കിൽ കിച്ച നീ ഇങ്ങോട്ട് വാ, അമ്പലപ്പറമ്പിലോട്ട് വാന്ന്. ഈ കിച്ച എന്നിട്ട പേര് ആരാണ് ഇട്ടേന്നറിയാമോ? ഓളാ ഇട്ടത്. എന്റെ മോൻ കെട്ടാൻ പോണ ഞമ്മടെ മോള് ഐഷുമ്മ, ഓളിട്ട പേരാ കിച്ചാന്ന്. നമ്മൾ അവനിട്ട പേര് കൃഷ്ണനെന്നാ. ഓനാ അവളെ വളർത്തിയത്. അവനിട്ട പേരാ കിച്ചാന്ന്. അതാ ഈ ഇപ്പൊ കിടന്ന് വിളിക്കണ കൂവി കൂവി. ഈ ഞമ്മളെ കാര്യത്തിൽ ഇടപെടേണ്ട സുരേന്ദ്ര, നീ പോയി അന്റെ കാര്യം നോക്ക്. പിന്നെ ദൈവകോപം പറഞ്ഞാൽ ഞങ്ങളങ്ങ് സഹിച്ച് അന്റെ അടുത്ത് നമ്മൾ വരൂല ഒന്നിന്. പിന്നെ ഒരു കാര്യം കൂടെ, ഞമ്മക്ക് വേണമെങ്കിൽ നാളെ നമ്മളെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കാൻ, നമ്മൾ രാജിവെക്കാൻ നമുക്ക് സമ്മതവും. അതുകൊണ്ട് ഈ പോവാൻ നോക്കും. ഓ, എന്റെ അച്ഛനോൺ ഫയർ. എന്റെ പൊന്നു മാധവോ, നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ കാര്യങ്ങളെ കുറിച്ച്. ഒരു പുരാണം പറഞ്ഞല്ലോ. ആ, അത് ശരിയാ. ഇന്നലെ നമ്മളാ തീ ഒന്ന് കെട്ടുപോയി. അല്ലേന്നെങ്കിൽ അതിന്റെ മുഖത്ത് ഈ 4 പാടിനേരം ഞമ്മളെ ഒരു കൈയും കൂടെ അവിടെ കിടന്നല. മോനെ അളിയുന്നേ, സാരമില്ലടാ, ഇതൊക്കെ നിനക്കിന് ശീലായിക്കോളും. നമ്മളെ തന്നെ എത്ര എണ്ണം കിട്ടായിരിക്കുന്നു. അപ്പൊ ശരിയല്ല. എന്നാലും എന്റെ പൊന്നു കിച്ച, അനക്ക് 4 അടി കിട്ടിയതിനും ഒന്നിച്ചൊരു മരുന്നായിട്ട് തിരിച്ചു തന്നില്ലേ എന്റെ ഐശുക്കുട്ടി? ഞമ്മള് കണ്ടായിരുന്നു. അത് ശരിയെന്ന്. അവളായിട്ട് അടി വാങ്ങിക്കൊടുത്തിട്ട് അവളായിട്ട് അതിന് മരുന്ന് വെച്ചു കൊടുക്കണ കണ്ടപ്പം എനിക്ക് വൈശ്യ പെങ്കൊച്ചിനെ കണ്ട്. അതെ, മതി കേട്ടാ, മതി. ഓ, അധികം അങ്ങോട്ട് കളിക്കുന്ന 2 പാവന്റെ കൊച്ച്. പാട്ടിക്കാരി കൊളാക്ക്. അവന്റെ പാവം പോലും അവനെ കരയിപ്പിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കയറി പൊക്കോണം. വേണ്ടാന്ന് വെച്ചപ്പോ ചോദിച്ചു വാങ്ങരുതെന്ന് ഞാൻ ചെയ്യുന്നു. ഓ, ഞാൻ പോണേ, എനിക്ക് വയ്യ നിങ്ങളെന്നും കൂടെ കിട്ടാൻ. തന്തേനും തള്ളയും അളിയനും വളിയനും എല്ലാം കണക്ക് തന്നെ. ആ, നിങ്ങൾ വന്ന കേറി. ആമിന, ഓര് വന്ന് കേറി. ആ, നിങ്ങള് പറഞ്ഞ സമയത്ത് ഇങ്ങനെ എത്തിയില്ല. മോനെ, മക്കളെ സുഖം തന്നെ എല്ലാവർക്കും? ലക്ഷ്മി, വന്നിരിക്കും. കണ്ണേട്ടോ, എന്ത് പറ്റി എല്ലാരും കൂടെ ഇങ്ങോട്ട്? എവിടെയെങ്കിലും പോക്കണ്ടോ എല്ലാരും കൂടെ? ഞമ്മടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഞമ്മടുത്ത് പറയാതെ എവിടെ പോവാൻ പോണേ? ഏതമ്മേ? ഓ, എല്ലാരും ചന്ദ്രന്മാരായിട്ടൊക്കെയാണല്ലോ വന്നത്. അപ്പൊ ഇന്നെന്തൊക്കെയോ വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഓന്റെ മോന്ന് മാത്രം നീ ഇങ്ങനെ ഇരിക്കണേ? ഒരുമാതിരി ചിക്കൻ കടിച്ചെന്നൊക്കെ. അനക്കെന്താ പറ്റി? ഓ, ഞമ്മക്കിപ്പഴല്ലേ ഓർമ്മ വന്ന അന്നെ ഇന്നലെ എല്ലാരും കൂടെ താറുമാറാ അടിച്ചില്ലേ? അതിന്റെതാണല്ലേ. സാരില്ല, പോട്ടെ. ആ, അടിക്കുള്ള മരുന്നല്ല ഈ ഇന്നലെ തന്നെ കൊടുത്തായിരുന്നല്ല. നമ്മള് കണ്ടായിരുന്നു. തള്ളയും തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നിട്ട് ഈ അങ്ങനെ ചെയ്യുന്നു. നമ്മളെ അനിയെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഓ, ഇങ്ങളെ കണ്ടല്ലേ ഞമ്മള് പഠിക്കണത്. ഓ, നിങ്ങൾ ഉമ്മാടുത്ത് വഴക്കുറയും, ഉമ്മയായിട്ട് അടിയോടും, എന്നിട്ട് ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കും. നമ്മളതൊന്നും കാണില്ല എന്നാണ് നിങ്ങളെ വിചാരം. പ്രായപൂർത്തിയായ പെങ്കൊച്ചുള്ള വീടാണ്. നിങ്ങൾ സൂക്ഷിച്ചും കണ്ട കൊറൊന്നും ചെയ്യണം കേട്ടാ. കേൾപ്പൊടി ചെയ്താനേ. ഹോ, ഓര് നിന്നെ പെണ്ണാണാ വന്നേന്. അവള് വന്നേക്കുന്നു കുട്ടി നിക്കറ് കൂട്ടുകൊണ്ട്. ആ, പിന്നെ ഓര് നമ്മളെ കുട്ടി നിക്കറൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഹോ, നിങ്ങളധികം പെണ്ണാണാനാ? ഞമ്മളെ പെണ്ണാണാ വന്നേനെ. ഞമ്മളതാ അവരുടെ ഒരു ഇപ്പൊ വരാവേ. I am coming back. ഈ പെങ്കൊച്ചിന്റെ കാര്യം നീ വാങ്ങുന. നിങ്ങൾ അവളടുത്ത് പറഞ്ഞിരുന്നു. എന്റെ പൊന്നു ലക്ഷ്മി, നമ്മൾ ഇന്നലെ തന്നെ അവളടുത്ത് പറഞ്ഞേന്. ഓളെ പൊട്ട തലയ്ക്ക് അത് കേറിയില്ല. ഉറക്കെണീറ്റ പാടി എണീറ്റ് പോന്ന്. ഉറക്കെണീറ്റ നിങ്ങളെ കണ്ട് അവൾ ഓടിയിട്ട് പോന്ന്. ഓളെ പെണ്ണാണെന്റെ കാര്യമൊക്കെ മറന്നുപോയി. സുബേരെ, മാധവാ. ഓ, നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ വന്നേക്കുന്നു. സുബേരെ വാ, എന്താണെന്ന് നോക്കാം. എന്തായാലും നമുക്ക് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുത്തങ്ങ് വിട്ടേക്കാം. ബായ്. വാടാ, ഓർക്ക് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു വിടാം. നമ്മളെ ജീവിതത്തിൽ ഇടപെടാൻ വന്നേക്കുന്നു. മതവും ജാതിയും പറഞ്ഞുകൊണ്ട്. എന്തിനാണ് കാതര നിനക്ക് വേണ്ടത്? നീ അന്ന് വന്നേന്നേ നമ്മൾ പറഞ്ഞതാണ്. നമ്മളെ മോളെ ജീവിതമാണ് നമ്മളെ തീരുമാനിക്കുന്നത്. അതിനൊക്കെ ഇപ്പൊ എന്തിനാണ് വേണ്ടത്? നമ്മളൊരു
കാര്യത്തിന് തുടക്കം പോകണമെന്ന്. അതിനിടയ്ക്ക് ഈ ഓരോന്നും കൊണ്ട് വരല്ലേ. അല്ല, നിങ്ങൾ രണ്ടും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്തിനാണ്? സുബേറെ, നീ ഇന്നലെ പറഞ്ഞില്ലേ, ശരിയാടാ, ആ പള്ളി പറമ്പ് കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ കാലിടറുന്നുണ്ട്. എന്തിനു ചികിത്സ വെക്കുന്ന ചോദ്യം നമ്മളിട്ട് വേട്ടയാടുന്നുണ്ട്. നീ പറഞ്ഞ പോലെ നമ്മുടെ പീലിയുടെ മുഖത്ത് പറ്റാതെ കണ്ണീര് കാണുന്നുണ്ട്. നീ പറഞ്ഞ ശരിയാ. ഞാൻ എന്റെ മോക്ക് കൊടുത്ത വാക്കുകളെല്ലാം തെറ്റിച്ചു. ഓള് നമ്മളെ ജീവനായിരുന്നടാ. ഓളങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഈ എടുത്ത തീരുമാനം ശരി സുബേറെ. ഈ എടുത്തത് തന്നെയാ ശരി. ഈ പറഞ്ഞത് തന്നെയാ ശരി. നമ്മളെ മക്കള് ഓർക്കിഷ്ടപ്പെട്ടവരോട് ജീവിക്കണം. അതിൽ ജാതിയും മതവും ആര് പണവും പ്രതാപവും സ്വർണവും ഒന്നും ഒരു കാര്യമാവരുത്. എന്റെ മോള് സന്തോഷമായിട്ടിരിക്കണം. അതാണ് നീ എന്ന കാര്യം. പക്ഷെ നമ്മള് മതത്തിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് ആ മതത്തിന്റെ മണ്ണിൽ ഒരു നേറി ഉറങ്ങുന്നുണ്ട്. ഇന്ന് മുതൽ നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ മോളെ കല്യാണം നമ്മളെ ഈ നാട്ടിലെ ആഘോഷമാക്കും. അല്ലേ സുരേന്ദ്ര? ഈ ഒന്നൊന്നും മിണ്ടായിരിക്കണ. അത് വേറെ എന്നാ പിടി. എന്താണെന്നറിയാമോ? തിരളയപ്പ. ഓർമ്മ ഉണ്ടോ എനക്ക് ഈ തിരളയപ്പത്തിന് വേണ്ടിട്ട് വഴക്കുണ്ടാക്കിയത്? ഇത് നീ വഴക്കുണ്ടാക്കിയ അതേ തിരളയപ്പം തന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയത്. കൊണ്ടുവന്നടാ. ഞാൻ പോയി വിളിച്ചോണ്ട് വന്നു എന്റെ അമ്മേനെ. മാധവ, നീ പറഞ്ഞ ശരിയാടാ. പണവും പ്രതാപവും ആൾക്കാരും ആരവും ഒക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഞാനാണ് ഈ ലോകത്തിലെ എല്ലാമെന്ന്. അപ്പോഴത്തെ അഹങ്കാരം കൂടിപ്പോയി. ആ അഹങ്കാരത്തിന്റെ കൂടല് ഞാൻ എന്റെ അമ്മേനെ കൊണ്ടുവന്ന് കളഞ്ഞു. കുറെ അമ്മമാർക്കിടയിൽ ഇന്നലെ ഞാൻ പോയി എന്റെ അമ്മേനെ കാണാൻ. എന്നെ കണ്ടപ്പം കണ്ണീര് ഒലിച്ചിറങ്ങുന്ന അമ്മേനെ കണ്ടപ്പോ ഉണ്ടല്ല, ചുട്ടു പൊള്ളിയിരുന്നതാ എന്റെ ശരീരം ആ കണ്ണീരില്. ഞാൻ കൊണ്ടുവന്നടാ എന്റെ അമ്മേനെ. എന്റെ കൂടെ എന്നും കാണും എന്റെ അമ്മ. തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന കൂട്ടുകാരാടാ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം അവർ തന്നെയാണ്. നമ്മളെ തെറ്റുകൾ കണ്ടറിഞ്ഞ് തിരുത്തി തന്ന കൂട്ടുകാർ. നിങ്ങൾ രണ്ടുപേരും അതിന് ഉത്തമ ഉദാഹരണം. അതുകൊണ്ട് നമ്മളെ നടത്തും നമ്മളെ മക്കളെ കല്യാണം ആഘോഷമായിട്ട് ആർഭാടായിട്ട് ഈ നമ്മളെ നാടിന്റെ ആഘോഷം, ജാതി മതവും വഴക്കോ പോരോ അടി ബഹളോ രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത ഒരു കല്യാണം എല്ലാ നാടും നമ്മളെ നാടിനെ കണ്ട് അഭിമാനിക്കുന്ന കല്യാണം. അതെ, ഞങ്ങൾക്ക് അകത്തോട്ട് വരാമോ? ആ കയറി. നമ്മളെ പള്ളിയിലെ സാരഥികളാ. അതിനോടൊപ്പം അമ്പല കമ്മിറ്റിയിലെ ആൾക്കാരും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് ആലോചിക്കാം മക്കളെ കല്യാണം എങ്ങനെ നടത്തണമെന്ന്. എന്തായാലും സദ്യയും വേണം, നമ്മളെ ബിരിയാണിയും വേണം, രണ്ടും വേണം. അല്ലാതെ ഒന്നിനെ മാറ്റി എടുക്കാനൊന്നും പറ്റൂല. നമുക്കൊരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താം. അപ്പം അതും അങ്ങ് നടക്കുമല്ല. പിന്നെ സദ്യക്കുള്ള ആളെയൊക്കെ നമുക്ക് ക്ഷണിക്കാം. പിന്നെ അതിനു മുമ്പ് നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം സുബൈന്റെ അടുത്ത് പറയാം. എങ്ങനെയുണ്ട് നമ്മൾ ഒരുങ്ങിയിട്ട്? എന്റെ സിന്ദൂരത്തിന്റെ അവകാശം നമ്മളെ ആക്കാൻ പറ്റുമോ എനക്ക്? ഇപ്പൊ പറ. ഓ, ആ കിച്ചന്റെ സിന്ദൂരത്തിന്റെ അവകാശം ഇറങ്ങി വന്നാണ്. നമ്മളൊന്ന് കാണട്ടെ നമ്മളെ പൊന്നിനെ. നിങ്ങളെല്ലാരും എപ്പം വന്ന് നമ്മളെ ശ്രദ്ധിച്ചില്ല. അതിലാകുമ്പോഴത്തേക്കും നമ്മൾ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവും. ഇതിപ്പോ എല്ലാരും ഉണ്ടല്ലോ, അമ്പല കമ്മിറ്റി ഉണ്ട്, പള്ളി കമ്മിറ്റി ഉണ്ട്, എല്ലാരും ഉണ്ടല്ലോ. നിങ്ങളെല്ലാരും പറയും നമ്മൾ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ഓ, നമ്മുടെ ഐശുമ മുത്തല്ലേ,
നീ ഇനി കാണാൻ കൊള്ളൂലെങ്കിലും ബറക്കത്തില്ലെങ്കിലും വേണ്ടൂലെന്ന്. ഹോ, ഞമ്മളെ കെട്ടിച്ചോളാ ഞമ്മടെ ചെറുക്കനെ കൊണ്ട്. നീ പേടിക്കായിരി. ഈ സുരേന്ദ്ര മാമ ഉണ്ട് അന്റെ കൂടെ പോരെ. സുബേറെ, ഇതാ ഇത് ഞമ്മടെ മൂക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ച ഇളയൊക്കെ വേണ്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് മൂത്തുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റിയത്. ഇത് എന്റെ മോക്ക് ഈ കൊടുക്കണം. ഇപ്പം എന്റെ മോളിലൂടെ ഞാൻ എന്റെ മോളെ കാണുന്നുണ്ട്. നീ ഇത് സ്വീകരിക്കണം. അത് വേണ്ട കാതറെ, നമ്മളെ മോക്കുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കണക്ക് ആഡംബരമായിട്ട് ആർഭാടായിട്ട് നടത്താനുള്ള മുതൽ എന്റെ മനസ്സിലിപ്പം ജാതിയും മതവും വിദ്വേഷമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയാം. നിനക്ക് സ്വീകരിക്കുക ചെയ്യാം. നമ്മൾ പറയട്ട, ആ നിൽക്കുന്ന രാഘവേട്ടനെ കണ്ട ഓരോ മോക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. നല്ല ഇറക്കാനാ, ഡോക്ടറാ. പക്ഷെ ഓരോ വീട്ടുകാർ ചോദിക്കുന്നത് കൂടുതലാ. നമുക്കറിയാം ഇപ്പൊ ചോദിക്കുന്ന കൊടുത്ത് കെട്ടിച്ചു വിട്ടുവന്ന്. പക്ഷെങ്കില് ആ മോക്ക് ഓനാണ് ഇഷ്ടപ്പെട്ട് ബാംഗ്ലൂർ ഇറങ്ങി കയറാ. ഉള്ള 10 സെന്റ് എങ്ങനെയെങ്കിലും ലോൺ വെച്ച് ഓളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 10 സെന്റ് പോയാ ഓരോ ഇന്ന് എവിടെ കിടക്കാനടാ? അനക്കറിയാലോ അവരെയൊക്കെ. ആരടുത്തും പറയാതാ ആ മനുഷ്യന്റെ നെഞ്ചി പറയാനായി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബാങ്കിൽ വെച്ച് കണ്ടപ്പോ അവര് പറഞ്ഞതായിട്ടൊക്കെ. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊരു വീതം ഓർക്കൂടും. ഓരോ മോളെ മുഖത്ത് ചിരി കാണുമ്പോ, ആ കൊച്ചിന്റെ കഴുത്തിൽ കിടന്ന് മിന്നുന്ന താലി കാണുമ്പോ എന്നും എന്റെ മോക്ക് വേണ്ടി ഒരു ദുഃഖമായി. നമുക്ക് ഒരു കുഴപ്പമില്ലടാ, സന്തോഷമേ ഉള്ളു. ഈ പറഞ്ഞ ആഘാതപ്പെട്ടവർക്ക് പണം കൊടുത്ത് നമ്മള് കൊടുക്കും. നമ്മളെ മോക്ക് വേണ്ടി എന്തായാലും ഒരു 19 പവൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. തുല്യായിട്ട് വീതിച്ച് 5 മക്കളെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കും. ജാതിയും മതവും ഒന്നും നോക്കാതെ നമ്മൾ നടത്തും. പോരെ നിനക്ക്? ഇപ്പൊ സത്യം പറഞ്ഞ സന്തോഷത്തോടെ ചിരിക്കാൻ എനിക്കൊരു കാരണമുണ്ട്. ഞമ്മക്കും ഉണ്ടടാ 5 മക്കളിനി. 5 അല്ല, നമ്മളെ ഇളയോടും കൂടെ കൂട്ടി 6 മക്കള്, 6 പെൺമക്കള്. ആ, അങ്ങനെയാണെങ്കിൽ ഫുഡിന്റെ കാര്യമൊന്നും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഫുഡിന്റെ കാര്യം ഞാനും എന്റെ പെങ്ങളൊട്ടും എന്റെ കെട്ടിയോളും എന്റെ അളിയനും കൂടെ ശരിയായിക്കോളാം ആ കല്യാണത്തിന്. ആ, അപ്പൊ ഫുഡും ഓക്കെ. അപ്പൊ പിന്നെ നമ്മളെ നാട്ടിലൊരു കല്യാണ മാമാങ്കം വരെയാണ്. നമുക്ക് വയ്യ. എന്റെ മോളുണ്ടല്ലേ നമ്മളെ നാട്ടിന് ഭാഗ്യം കൊണ്ടുവന്നോളാടാ. നോക്ക് എത്ര പെട്ടെന്നാ ഇവിടെ ഒരു 5 പെൺമക്കളെ കല്യാണം നടക്കാൻ പോണത്. നമുക്ക് വയ്യ. ഇനി നിൽക്കാൻ സമയമില്ല സുബേറെ. മാധവ, നമ്മളെല്ലാരും ഓടി നിൽക്കണം. നമ്മളെ നാട് ആഘോഷം വരാൻ പോവുക. എന്നാ സന്തോഷത്തിനിടയിൽ നമ്മള് വരേണേട്ടാ. ഓന്റെ കെട്ടും അമ്മക്കൊന്ന് നടത്താന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ അതും കൂടെ അടക്കട്ട്. എല്ലാ കെട്ടും ഒന്നിച്ചങ്ങ് നടത്താന്ന്. ആദ്യം നമ്മൾ കിച്ചന്റെയും ഐശ്വട്ടിന്റെയും ഇതാ ഈ നിൽക്കുന്ന അമീസിന്റെയും ആ നിൽക്കുന്ന അന്ന കൊച്ചിന്റെ കയ്യിൽ കെട്ടങ്ങ് നടത്താന്ന്. ഓൻ ആദ്യമേ ഒരു മിന്നു വാങ്ങി പോക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്തിനു ടെൻഷൻ? നോക്കടി ഐശു, അന്ന കൃഷി എന്ന് പറഞ്ഞവനാണ് അതുകൊണ്ട് ഒരു പിന്നിനെ വെച്ചോണ്ടിരിക്കുന്നുണ്ട. നീ ഓളെ ചെവി അടിച്ച് പറിക്കേണ്ട കിച്ച. ഞമ്മക്ക് ഓളടുത്ത് ചെറിയ കൃഷി എന്ന് പറയുന്ന സത്യം തന്നെ, പക്ഷെ അത് ലവ് അല്ല. ഞമ്മക്ക് ആളുടെ ഒരാളെ ഇഷ്ടമായിരുന്നു. ഇതായി നിൽക്കുന്ന അന്ന കൊച്ചിന്. ഞാൻ അവൾക്ക് വേണ്ടി മിന്നു വാങ്ങി വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് നിനക്കറിയാമോ? അവസാനം വേണ്ടി ഒന്ന് നിന്റെ ഐശ്വര്യ ഓള് വന്നാ നമ്മളെ കാര്യം ഒന്ന് സെറ്റാക്കിയത്. ഓള് തന്നെ ഓളടുത്ത് നിന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ വാപ്പാടുത്ത് ഒന്ന് സംസാരിച്ച് നമ്മളെ കല്യാണം വരെ ശരിയാക്കി തന്നതാണ് ഓള്. അതിനുശേഷം ഓളെ കാര്യം ഞാനും നമ്മുടെ വാപ്പായും കൂടെ ഓളെ വാപ്പാടുത്ത് വന്ന് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മളൊരു അടവല്ലേന്ന് അതിന്റെ കിച്ചവും എന്റെ മനസ്സ് തുറപ്പിക്കാനായിട്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ കൊണ്ടെത്തിപ്പിക്കുമെന്ന് നമ്മൾ കരുതിയില്ല. എന്തായാലും നടക്കേണ്ടത് നടന്ന് ഞമ്മക്ക് സന്തോഷമേ ഉള്ളൂ.
അതൊക്കെ ഇപ്പൊ നമ്മള് തന്നെ അറിഞ്ഞില്ലല്ലോ. ഈ വിഷമിക്കുന്നതാ അടുത്ത ജന്മത്തിൽ ഓളം നമ്മൾ എടുത്തോളാം. നമ്മളെ മെഹർ ഓളം കഴുത്തിൽ നമ്മളായിരിക്കും പോരെ. ആ കാര്യത്തിൽ ഇനി ഒരു പ്രതീക്ഷയും നിൽക്കണ്ട. നമ്മളെ താലി ഒരു കാശ് ഓള കഴുത്തിലും നമ്മളെ സിന്ദൂരം ഓള നെറ്റിലും പതിഞ്ഞ ഈ വരുന്ന 7 ജന്മം അല്ല ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ഈ നയിക്കുന്ന ആയുഷു ഈ കൃഷ്ണന്റെ സ്വന്തമായിരിക്കും. പട്ടും ചുറ്റി വീടിപ്പിന്ന് വരുന്നേ തപ്പും തട്ടി പാടാൻ വാങ്ങി അരികെ മംഗല്യത്തിൻ നാൾ കുറിക്കും ദിനമായി ചിന്താമര പൂവൽ പെണ്ണ് വരവാ. കണ്ണിനു കണ്ണിൻ മണിയാ തിങ്കള തോൽക്കും കനിയാണ് ഞങ്ങളുടെ പൊന്നിൻ കൂടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ്. ശ്യാമവർണ്ണനുമൽ ഗോപികയല്ലേ നീ രാമനൊത്ത് വാഴും ജാനകിയല്ലേ നീ മാരനോട് ചേരാൻ സമ്മതമേകണ മംഗള താമ്പൂരം. നാളികമേലെ മാമഴവില്ലിൻ താമരനൂലെ ഊയലിലാടും പൂമയിലാളെ ഇറകതിരഴകൊളിയായിഷാദേ മൊഹബത്തിൽ ഉണർന്നു മലർബനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ നബിയേ ഇഹം പരം പൊരുൾ റഹീമല്ലാ. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ. കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ. सारा जमाना माना मस्ताना तेरे इरादे पे डूबे दीवाना. കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ ചിന്തൂരച്ചേരോടെ പോരു പെണ്ണാളെ. ഇന്ന് ഫ്രഷേഴ്സ് ഡേ എന്റെ ഉമ്മാനെ പാപ്പയുടെ മുമ്പ് വെച്ച് എന്റെ ഐശ്വര്യയുടെ കൃഷ്ണച്ചന്റെ മുമ്പ് വെച്ചൊരു സ്റ്റോറി പറയാൻ ടാസ്ക് തന്നാ ഞാൻ പിന്നെ ആരെ കഥയാ പറയണ്ടേ. ഞാൻ കേൾക്കാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന സ്റ്റോറി, ഞാൻ കേട്ട് വളർന്ന സ്റ്റോറി, ഞാൻ കണ്ടു വളർന്ന സ്റ്റോറി. അത് എന്നെ കൊണ്ട് പറയാൻ പറ്റും. താങ്ക്സ് ഉമ്മ പാപ്പ, give me birth for this beautiful earth. Love you, both of you. Wow, we are really lucky. ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാസ്ക് തരാൻ തോന്നിയിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഒരുപാട് എന്തുന്നുണ്ട്, സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ലൈഫ് നമ്മളെ മുമ്പ് തുറന്ന് കാണിച്ചില്ലേ താൻ. ഓ റിയലി ഉമ്മ വാപ്പ നിങ്ങൾ മുത്താണ്. ഓ റിയലി നിങ്ങളെ ചെറിയ കഥയിലൂടെ എന്തെല്ലാം ഇൻഫർമേഷൻസാണ് നമ്മൾ കിട്ടി. താങ്ക് യു സോ മച്ച്. പക്ഷെ ഉമ്മ ഞമ്മക്ക് നിങ്ങളുടെ അടുത്ത് ചെറിയൊരു പിണക്കമുണ്ട് കേട്ടാ. നിങ്ങൾ വാപ്പാക്ക് കൊടുത്ത പണിഷ്മെന്റ് വളരെ കുറഞ്ഞു പോയി. അതെ അത് കറക്റ്റാ. ഉമ്മയെ വിട്ടിട്ട് പോയതിന് ഇത്ര ചെറിയൊരു പണിഷ്മെന്റ് ഒന്നും കൊടുത്താൽ പോരെ. ഒന്നും പണിഷ്മെന്റ് കൊടുത്തില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആരാ പറഞ്ഞത് നമ്മുടെ ഉമ്മ പണിഷ്മെന്റ് കൊടുത്തില്ലെന്ന്? കൊടുത്ത്. പക്ഷെ വാപ്പാക്ക് മാത്രമല്ല, ഉമ്മാക്ക് കൊടുത്ത പണിഷ്മെന്റ് അവർക്ക് രണ്ടുപേർക്കും കൊണ്ടുള്ള പണിഷ്മെന്റ് ആയിരുന്നു. മണിയറയിലോട്ട് കയറാൻ പോയ വാപ്പായക്ക് കടവിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ലെറ്ററാ കിട്ടിയത്. അതിലെന്തിനാണ് എഴുതിയെന്ന് വാപ്പ പറയണായിരിക്കും നല്ലത്. ആണോ? എങ്കിൽ വാപ്പ എന്തിനായിരുന്നു ലെറ്ററിൽ എഴുതിയിരുന്ന?
നമ്മള് പാപ്പാന്ന് വിളിക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഓ എന്ത് വേണോ വിളിക്കാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ കത്ത്, അത് ഇത്രയും നാളെ നിഴല് പോലെ കൂടെ നടന്ന ഒരാളടുത്ത് നമ്മൾ പരസ്പരമുള്ള വികാരത്തെ തുറന്നു പറയാത്തതിനുള്ള ശിക്ഷ. 10 ദിവസം രണ്ടുപേരും പരസ്പരം കാണാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അതായിരുന്നു കത്ത്. ചുരുക്കി പറഞ്ഞതാ. പിന്നെ ആ 10 ദിവസം നിങ്ങൾ അനുഭവിക്കണം. വാക്കാ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വികാരങ്ങൾ നിങ്ങളിലൂടെ കടന്നു പോകും. അപ്പോഴേ നിങ്ങൾക്ക് ആ പ്രണയത്തിന്റെ ആഴം തിരിച്ചറിയാൻ പറ്റൂ. ഞാൻ എന്റെ വികാരങ്ങളെ നിങ്ങളെ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ തിരിച്ചറിയണ്ടേ? അതിന് നിങ്ങൾ പരസ്പരം അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും എടുക്കാൻ പോകില്ല. അങ്ങനെ എടുത്ത ഒരിക്കലും നിങ്ങൾ ആ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ ഒറ്റയ്ക്കാക്കൂല, മറച്ചു വെക്കൂല. നമ്മുടെ പ്രണയത്തിന്റെ സിമ്പലാ. ആദ്യം നമ്മളെ അത് തന്നെ പറഞ്ഞ് നമ്മളെ കേൾപ്പിച്ച. അല്ല അപ്പൊ അന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് കണ്ടപ്പോ പാപ്പ എന്തിനാ സംസാരിച്ചത്? ഒന്നും സംസാരിച്ചില്ല. ഒന്നും. പരസ്പരം നോക്കിയിരുന്നു. ചില സമയങ്ങളിൽ വാക്കുകളെക്കാട്ടി ശക്തിയും തീഷ്ണവും നിഷ്കളങ്കമാവും കണ്ണുകൾ തമ്മിലുള്ള സംസാരത്തിന്. ആ നോട്ടത്തില് രണ്ടുപേരും അനുഭവിച്ച വേദനകളാണ്, നൊമ്പരങ്ങളാണ്. എത്രമാത്രം രണ്ടുപേരും കാണാൻ ആഗ്രഹിച്ചെന്ന് ആഗ്രഹം കാണും, സന്തോഷം കാണും. കേട്ടിട്ടില്ലേ? പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. പ്രണയത്തെ മാത്രം നമുക്ക് എത്രയൊക്കെ എങ്ങനെയൊക്കെ വിശദീകരിച്ചാലും ശരിയാണോന്നില്ല. പലർക്കും പലതാണ് പ്രണയം. നമ്മുടെ അമ്മ ഓരോ പ്രണയത്തിനിട്ടേക്കുന്ന ഒരു പേരുണ്ട്, റൂഹ് ഓഫ് സിന്ദൂർ. നമ്മുടെ അമ്മയുടെ ആത്മാവിലായിരുന്നു സിന്ദൂരം. ആ സിന്ദൂര ചേപ്പ് അത് അമ്മയുടെ മുഖത്ത് എപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഓ നമ്മുടെ ഇടയ്ക്ക് അമ്മാന്നാ വിളിക്കാൻ കേട്ടാ. നമുക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നമ്മളും കാത്തിരിപ്പുണ്ട് അങ്ങനെ ഒരു റൂഹിനെ ഞമ്മക്ക് വേണ്ടി. പഠിച്ചാൽ കൊണ്ടത് ആരോഗ്യം എന്തെങ്കിലും ചിലപ്പം ഞമ്മക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടിയാലോ, ഇവിടെ നിന്നൊരു റൂഹിനെ കിട്ടിയാ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും കേട്ടാ. നമ്മുടെ വാപ്പാക്ക് കുഴപ്പമൊന്നുമില്ല, ഉമ്മാക്ക് പിന്നെ പണ്ടേ ഒരു കുഴപ്പമില്ല. നമ്മൾ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി. ഓ അപ്പം ഞമ്മളെന്റെ ആരായിട്ട് വരും? ഈ പറയുന്ന വരൂലങ്ങനെ പറഞ്ഞ നമ്മക്ക് പണിതാണ്. സീനിയറല്ലേ നമ്മളാ? സീനിയറൊക്കെ ഇവിടെ നിന്ന് പറയണം മിസ്. അപ്പൊ ഞമ്മളെന്റെ ആരായിട്ട് വരും? ഡാഡി കൂൾസ്, ഈ സാധനത്തിന് നമ്മൾ കൊണ്ടുപോവേണേ. അപ്പൊ അമ്മ പിന്നെ കൊണ്ടുവന്ന് തന്നേക്കാം. വൈകുന്നേരം ഉടയ്ക്കാതെ അങ്ങ് എത്തിയേക്കാം. ശരി. പിന്നെ ഈ വാടി അതൊക്കെ ഞമ്മൾ കണ്ടുപിടിച്ചു തരാം റോഹിന്. വേണ്ട വേണ്ട, ഞമ്മൾ എന്നോട് എവിടെയും വരണില്ല. വാപ്പാ ഞമ്മളെ കൂടെ കൊണ്ടുപോയി നിങ്ങള്. മോളെ നീ ആയിട്ട് ചോദിച്ച് ഓനായിട്ട് അറിഞ്ഞു തന്നു. അപ്പൊ പിന്നെ ശരി തന്നെ, ടാറ്റാ. വൈകുന്നേരം വീട്ടിൽ എത്തിയേക്കണേടാ മോനെ. പട്ടി തെണ്ടി നാറി, നീ ഇതൊക്കെ കണ്ട് രസിച്ചോടാ. ഞമ്മക്ക് ഇതാണല്ലേ യോഗം. ഓരോരുത്തരും റൊമാൻസ് സീനെ കണ്ട് ആസ്വദിക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ. ഞമ്മക്കും കിട്ടി ഒരു മാങ്ങാന്റെ മോരെ. താറാവിന്റെ മോന്തയും താറാവിന്റെ സ്വഭാവവും കോഴിയുടെ തരവും മൊത്തം കയ്യില്. ഞമ്മക്ക് വേണം വാപ്പാനെ പോലെ ഒരു റൊമാൻറ്റിക് മാപ്പിളേനെ. എന്നെ പടച്ചു അറിഞ്ഞ് ഞമ്മക്ക് തരണേ. ഇവനെ ഞമ്മക്ക് വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. എന്റെ പടച്ചോ അറിഞ്ഞു തന്നതാ ഞമ്മളാ. ഞമ്മക്ക് കോഴിത്തരമുണ്ട്, റൊമാൻറ്റിക് ആടി ഞമ്മള്. അതുകൊണ്ടല്ലേ നമ്മള് കോഴിത്തരം കാണിക്കണം. ആടാ ഈ റൊമാൻറ്റിക്കാ ഞമ്മളടുത്തല്ല, ബാക്കി ഈ കോഴിത്തരം കാണിക്കുന്ന ബാക്കി എല്ലാ പെണ്ണിന്റെ അടുത്ത് ഈ റൊമാൻറ്റിക്കാ. ഞമ്മൾ കണ്ട എന്റെ ഫോണിൽ നിന്ന് റൊമാൻറ്റിക് മൊത്തം. വാപ്പ ഉമ്മ അങ്ങനെ കണ്ടറിയാമോ? ഇവന്റെ ഒരു ഫോൺ നിറച്ച് കുറച്ച് ഒന്ന് ഹാട്ടാ. ഞമ്മക്കവ ഒരു കൊച്ചു ഒന്ന് ഹാട്ട് പോയിട്ട് ഒരു പച്ച ഹാട്ട് പോലെ ഇട്ടിട്ടാ പോയി. ഇവനെ ഞമ്മക്ക് വേണ്ട.
മൊഞ്ചനെ നീ നമ്മൾ വീട്ടിൽ കയറണമെങ്കിൽ ഒന്നെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളു. നമ്മൾ മൊഞ്ചനെ കൊണ്ട് നമ്മൾ വരാൻ കേട്ടാ ശരിയാ പാപ്പം. അച്ഛ അമ്മ ശരിയല്ല, ഞാൻ ഇന്നത്തെ താമസിക്കോ ഒന്ന് തണുപ്പിച്ചിട്ട് താ വരണേ. അപ്പൊ പിന്നെ ഐഷുമ്മ ഞമ്മക്കും വിട്ടാല എന്റെ പ്രണയത്തിന്റെ സിന്ദൂര ചോപ്പിനെ തിരിച്ചറിയും. അയ്യടാ മനനെ, നമ്മൾ 2 പ്രാവശ്യം തിരിച്ചറിഞ്ഞതാ എന്റെ സിന്ദൂരത്തിന്റെ ചോപ്പിന്റെ കാടിന്. ഇനി നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് വയ്യ കേട്ടാ. മക്കളെ കെട്ടി കൊച്ചു നാവാറായി. ഓന്റെ ഒരു കുഞ്ഞാരപ്പം വന്ന് വന്നേക്കണം. ഈ വാ നമുക്ക് വീട്ടിൽ പോയി കുഴമ്പിടാം. കുഴമ്പന്റെ മാപ്പിളയ്ക്ക് കൂടി നമ്മൾ പോകും. റൊമാൻസിയായിട്ട് വന്നതാണ് അവളാ. Hey, my soul of Sindoor, can you hug me? Yes, of course. My honor of Sindoor.